ഈ അനുനാക്കീസ് ആണ് നമ്മളുടെ റെപ്റ്റിലിയൻ ഗോഡ്സ് എന്നാണ് കുറച്ച് നമ്മൾ പല മതങ്ങൾ റെഫറൻസ് ചെയ്താൽ പഠിക്കാൻ പറ്റുന്നത്. സെർപ്പൻറ്റൈൻ ആളുകൾക്ക് ഏറ്റവും വലിയ എതിരാളികളായിരുന്നു ഈ ഗരുഡന്മാർ. നിങ്ങൾ കഥയിൽ കേട്ടിട്ടുണ്ടാവും, ഈ രാവണൻ വന്ന് സീതയെ അടിച്ചുകൊണ്ട് പോകുമ്പോഴും ജഡായു വരുന്നത്. ജസ്റ്റ് എ തോട്ട്. ഡു യു നോ വാട്ട്സ് ദ നാഷണൽ symbol of China, Nepal, Bhutan, Indonesia, everything? It's a dragon. It's a reptilian being. And do you know what's the national emblem of America? It's an eagle. It's a Garuda. ഇന്നും വെസ്റ്റേൺ ഹെമിസ്ഫിയർ ഗരുഡന്മാരുടെയും ഈസ്റ്റേൺ ഹെമിസ്ഫിയർ റെപ്റ്റിലിയൻസിൻ്റെയാണ്. ആഡമിനും ഈവിനും ഈ റെപ്പിൽ ചെയ്ത് ഇവർ തോട്ടത്തിൽ നിന്ന് ഇറങ്ങുക. അബ്രഹാം ഇവരെ അടിമയായിട്ട് വെക്കുന്നു. ഒരു റെപ്റ്റിലിയൻ ബീയിങ് വന്ന് ഇവർക്ക് ഇതൊക്കെ കൊടുക്കുന്നു, സ്വർഗ്ഗതുല്യമായ ഒരു ഇല്യൂഷനിൽ നിന്ന് റിയാലിറ്റിയോട് കൊണ്ടുവരുന്നു. ഇനി ഞാൻ ചെറിയൊരു കഥയും കൂടെ ട്വിസ്റ്റ് ഉണ്ട് ഗൈസ്. അവിടെ ആഡമും ഈവും ആണ് ഹിന്ദു മിത്തോളജിയിൽ അഡീമ ആൻഡ് ഹീവ. ഇതിന് വേറൊരു ഇൻട്രിഗിങ് എവിഡൻസ് ഉണ്ട്. ഡു യു നോ എബ്രഹാം റൈംസ് പെർഫെക്റ്റ്ലി വിത്ത് ബ്രഹ്മ? ഡു യു നോ ഹു ഇസ് ദ വൈഫ് ഓഫ് അബ്രഹാം? ഇറ്റ്സ് സേറ. ഡു യു നോ ഹു ഇസ് ദ വൈഫ് ഓഫ് ബ്രഹ്മ? സരസ്വതി. സാരസ്വതി. സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ പോഡ്കാസ്റ്റ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന ഐ ഹാവ് നോ ഐഡിയ, പക്ഷേ ഇത്ര നമ്മൾ ഫിലോസഫി, മണി, അയവാസ്ക ട്രിപ്പ്, പാരലൽ റിയാലിറ്റീസിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന പെട്ടെന്നൊരു പോഡ്കാസ്റ്റ് സെറ്റ് ചെയ്തേ. ആൻഡ് ഐ ഹാവ് മൈ ഫ്രണ്ട്സ്, മൈ ബ്രദേഴ്സ് വിത്ത് എവരിബഡി വിത്ത് മീ. കൈലാസ്, സച്ചിൻ ചേട്ടൻ, മൈ ചേട്ടൻ. സോ വെൽക്കം വെൽക്കം വെൽക്കം. സോ ഗൈസ്, നമുക്ക് സംസാരിക്കാം. നിങ്ങൾ ഇത്ര നേരം പിടിച്ചൊരു സംസാരിച്ചത് സംഭവം സ്പിരിച്വാലിറ്റി ഞാൻ നറൂട്ടോ കാണാത്തതാണ്. ആൻഡ് ഇവര് സ്പിരിച്വാലിറ്റി, അയാവാസ്ക, പാരലൽ റിയാലിറ്റീസ്, ഇതിൻ്റെ ഇടയിൽ നറൂട്ടോ ഉണ്ട്. വൈ ഗൈസ്, എന്തുകൊണ്ടാണ് അത് കൊണ്ടുവന്നത്? കണ്ടൊരാൾക്ക് എന്തായാലും റിലേറ്റ് ചെയ്യാൻ പറ്റും. അതെ, ഈ പോഡ്കാസ്റ്റ് കണ്ട ഒരാൾക്ക് നറൂട്ടോ എന്തുകൊണ്ട് ഇതിൽ വന്നു എന്ന് മനസ്സിലാക്കാൻ പറ്റും. എൻ്റെയും ഇവൻ്റെയും അവൻ്റെയും ലൈഫിൽ ഭയങ്കരമായിട്ട് ഇമ്പാക്റ്റ് ചെയ്ത ഒരു ആനിമേ ആണോ എന്ന് ചോദിച്ചാൽ അത് ആനിമയാണ്, പക്ഷെ അതിനപ്പുറമാണ്. അത് കണ്ടവർക്ക് മനസ്സിലാവും. പക്ഷേ ഈ നറൂട്ടോയിൽ പോകുന്നതിന് മുന്നേ നമുക്ക് നറൂട്ടോയിൽ വന്ന കുറച്ച് വഴികൾ നമുക്ക് സഞ്ചരിക്കാം. സോ ഹൗ ഡിഡ് നറൂട്ടോ ഹെൽപ്പ് യു? അതെനിക്കറിയാതെ. നറൂട്ടോ എങ്ങനെ ഹെൽപ്പ് ചെയ്തെന്ന് ചോദിച്ചാൽ അവിടുന്ന് തുടങ്ങണം. അല്ല, നമ്മളിപ്പം നേരത്തെ ഡിസ്കസ് ചെയ്ത് പറഞ്ഞതാണ്, കുറെ ക്യാരക്ടേഴ്സ് ഉണ്ട്. അവിടെ ക്യാരക്ടറൈസേഷൻ വെച്ചാൽ സുപ്രീം ആണ്. ആ ഓരോ ക്യാരക്ടർ ഇൻട്രൊഡ്യൂസ് ആവുന്നതും വില്ലൻസ് ആണെങ്കിലും ഹീറോസ് ആണെങ്കിലും ലൈക്ക് ഓരോ ക്യാരക്ടറിന്റെ ഇമ്പാക്ട് ഡിഫറെന്റ് ആണ്. ഇപ്പം നമ്മളൊരു 10 പേര് നറൂട്ടോ സീരീസ് ഉണ്ടെന്ന് വെച്ചു, ഓരോ ആൾക്കും ഓരോ ക്യാരക്ടറാണ് ഇൻഫ്ലുവൻസ്ഡ് ആവുന്നത്, റിലേറ്റ് ആവുന്നത്. എന്നെ സംബന്ധിച്ച് നറൂട്ടോ ഇറ്റാച്ചിയൊക്കെയാണ് കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്തേക്കുന്നത്. ഓരോരുത്തർക്ക് ഓരോന്നാണ് അവരുടെ ക്യാരക്ടറൈസേഷൻ റിലേറ്റ് ചെയ്ത് വരുമ്പോൾ. ഇപ്പം ബ്രോയ്ക്കാരാ? എന്നെ സംബന്ധിച്ച് എൻ്റെ ലാപ്ടോപ്പ്, എൻ്റെ ഫോണ് എല്ലാത്തിലും വാൾപേപ്പർ ഇറ്റാച്ച് ചെയ്യാണ്. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ പുള്ളിയുടെ സ്റ്റോറി എന്നെ അത്രമാത്രം ഇമ്പാക്ട് ചെയ്തു. നിങ്ങൾക്കറിയാവുന്ന പോലെ ഹീസ് എ ഗായ് ഹു കിൽഡ് ഹിസ് പേരൻസ് ടു സേവ് ഹിസ് ബ്രദർ. അവന്റെ അച്ഛനെയും അമ്മയെയും അവന്റെ കസിൻസിനെയും ആന്റിമാരെയും എല്ലാരെയും ഹി മർഡേർഡ് എവ്രിവൺ ജസ്റ്റ് ഫോർ ദ സേക്ക് ഓഫ് ഹിസ് വില്ലേജ് ആൻഡ് ഹിസ് ബ്രദർ. എന്തിനെന്ന് ചോദിച്ചാൽ ഓൺലി ഹി നോസ്. അവന്റെ അനിയൻ മരിക്കാതിരിക്കാനും അവന്റെ അനിയൻ ഒന്നും പറ്റാതിരിക്കാനും വേണ്ടി. അപ്പോഴത്തെ പൊളിറ്റിക്കൽ സെനേരിയോ സേവ് ചെയ്യാൻ അവന് ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നുള്ളൂ. ഒറ്റ ഓപ്ഷൻ ഉണ്ടായിരുന്നുള്ളൂ. അവനോട് പറഞ്ഞു, either you have to kill your parents and you can save your brother, and or somebody else will kill everyone. അവന്റെ ബ്രദർ അതിനകത്ത് ഭയങ്കര കിട്ടുന്ന ക്യാരക്ടറാണോ? സാസ്കെ ഉച്ചിഹ. സാസ്കെ ഉച്ചിഹ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. 2 പില്ലർ നറൂട്ടോ സാസ്കെ. ആ സാസ്കെയാണ് അവന്റെ അനിയൻ. ലൈക്ക് ആ ഒരു ഓപ്ഷൻ അല്ലായിരുന്നു. ലൈക്ക് അവന് വന്ന ഓപ്ഷൻ എന്ന് വെച്ചാൽ ഹോൾ പ്ലാൻ ഡിസ്ട്രോയ് ചെയ്യണമെന്ന് വന്ന ഓപ്ഷൻ. പക്ഷെ he chose to save his brother. My question is, നമ്മൾ പാരലൽ റിയാലിറ്റീസ്, സൈക്കഡെലിക്സ്, പൊളിറ്റിക്സ്, വേൾഡ് പവർ, ഇതിനകത്ത് എങ്ങനെ നറൂട്ടോ വന്നു? ഇതിനകത്ത് എങ്ങനെ നറൂട്ടോ വന്നു എന്ന് പറഞ്ഞാൽ അതൊരു വലിയ ചോദ്യമാണ്. ഗൈസ്, ദിസ് ഈസ് സച്ചിൻ. പുള്ളി ട്രേഡറാണ് ആൻഡ് ഹി വർക്ക്സ് ഫോർ എ ബിഗ് കമ്പനി. എന്തോ പേര്? EY കമ്പനിയിലെ ഓഡിറ്ററാണ്. ഹൗ ഡിഡ് യു ഗെറ്റ് ഇൻ ടു സ്പിരിച്വാലിറ്റി ആൻഡ് ഹൗ ഡിഡ് യു ഗെറ്റ് ഇൻ ടു നറൂട്ടോ? ശരിക്കും എൻ്റെ ഇവൻ പപ്പുവാണ് എനിക്ക് ശരിക്കും നറൂട്ടോ സജസ്റ്റ് ചെയ്യുന്നത്. ഞാൻ ശരിക്കും ഒരു എക്സാമിന് പഠിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഒരു ജസ്റ്റ് ടൈം പോകാൻ വേണ്ടി അല്ലെങ്കിൽ ബോറടി മാറ്റാൻ വേണ്ടിയിട്ടാണ്. CA പഠിച്ചോണ്ടിരിക്കുമ്പോൾ എക്സാക്ട്ലി.
CA പഠിക്കുന്നതിന്റെ സൈഡിൽ കൂടെ കണ്ടോണ്ടിരുന്നതാണ് നറൂട്ടോ. അവസാനം അത് ഫുൾ ടൈം കാണേണ്ടി വന്നു. Exam തോറ്റു. അങ്ങനെയാണ്. സോ നറൂട്ടോ പറ്റി എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ സം ക്യാരക്ടേഴ്സ് മൈറ്റ് സ്റ്റക്ക്. വേറൊരു ക്യാരക്ടർ എന്റെ ഫേവറേറ്റ് ക്യാരക്ടർ മൈറ്റ് ഗായ് ആണ്. വാട്ട് അബൌട്ട് സ്പെഷ്യൽ? മൈറ്റ് ഗായ് എന്ന് വെച്ചാൽ ആ ഹോൾ സീരീസിൽ എല്ലാവർക്കും ഓരോരോ സ്പെഷ്യാലിറ്റീസ് ഉണ്ട്. പക്ഷെ മൈറ്റ് ഗായ് എന്ന് പറയുന്നത് പ്യുവർ ഹാർഡ് വർക്കിലൂടെ മാത്രം പുള്ളി അതിലെ അതായത് മെയിൻ ക്യാരക്ടറിനെ വരെ സൈഡ് ആക്കുന്ന ഒരു പെർഫോമൻസ് ആണ് പുള്ളിയുടെ. ജസ്റ്റ് ബേസ്ഡ് പ്യുവർ ഹാർഡ് വർക്ക്. സീനാണോ? പിന്നെ ആ ലാസ്റ്റ് വന്നിട്ട് ആ ഷോ മൊത്തം സ്റ്റീൽ ചെയ്യും പുള്ളി. എടാ ഞങ്ങൾ നേരത്തെ ഡിസ്കസ് ചെയ്തുകൊണ്ട് പറഞ്ഞ പോലെ പുള്ളിക്ക് തന്നെ ചലഞ്ച് വെക്കും, 1000 പുഷപ്സ് വെക്കും. എന്നിട്ട് ഈ 1000 പുഷപ്സ് പുള്ളിക്ക് ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ പുള്ളിയെ തന്നെ പണിഷ് ചെയ്യുന്നത് 1000 സിറ്റപ്സ്. 1000 സിറ്റപ്സ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ 1000 സ്ക്വാട്സ്. അത് ആ ഒരു മെന്റാലിറ്റി എന്താന്ന് മനസ്സിലാവാൻ യു ഹാവ് ടു വാച്ച് മില്ലോളം. അല്ല ഇപ്പം കുഞ്ഞി ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ എനിക്ക് വാദോരാതെ സംസാരിക്കാൻ പറ്റും, പക്ഷേ കാണാത്തവർക്ക് എനിക്ക് സ്പോയിൽ ചെയ്യാൻ പറ്റത്തില്ല. ഒത്തിരി സീൻസ് ഉണ്ട്, എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ ഒത്തിരി സീൻസ് ഉണ്ട്, പക്ഷെ കാണാത്തവർ ഇത് കേൾക്കുവാണെങ്കിൽ അവർക്ക് സ്പോയിൽ ആയി പോകും. അതുകൊണ്ട് അത് പറയാൻ പാടില്ല. ഇത് എന്തുവാന്ന് നിനക്ക് സിമ്പിൾ ആയിട്ട് പറഞ്ഞു തരുവാന്ന് വെച്ചാ, ഹൗ ഡിഡ് അയവാസ്ക ഹെൽപ്പ് മീ? ഇറ്റ്സ് ദ സെയിം വേ നറൂട്ടോ ഹെൽപ്പ് മീ. അതെങ്ങനെ? ഐ കാൺ കോംപ്രിഹെൻഡ് ദാറ്റ് ഐഡിയ. വലിയ സ്റ്റേറ്റ്മെന്റ് ആണ്. അല്ല, എനിക്ക് ആ ഐഡിയ കോംപ്രിഹെൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. ഞാനൊരു സ്മോൾ ബ്രെയിൻ ആയിരിക്കും, സ്മോൾ വേൾഡ്, ഐ ഹാവ് എക്സ്പീരിയൻസ് ലോട്ട് ഓഫ് തിങ്സ്. അയവാസ്ക ഫോർ മീ ഞാൻ കേട്ടിട്ടുള്ളൂ അതൊരു ദാറ്റ് ഈസ് എ ഹോൾ ന്യൂ ഡിവൈൻ സ്പിരിച്വൽ ജേണിയാണ്. അതേപോലെ സാധനം അങ്ങനെ ഒരു സീരീസ് കൊണ്ടുപോകുന്നത് എനിക്ക് ഐഡിയ ഇല്ല. ഐ കാൺട്ട് കോംപ്രിഹെൻഡ് ദ ഐഡിയ. എവിടേക്കോ നറൂട്ടോ കാണുമ്പോൾ ചിലപ്പോൾ ഞാൻ എക്സ്ട്രീം മെന്റാലിറ്റി നിന്ന് കണ്ടോണ്ടാവാം, നറൂട്ടോ ഫെൽ ലൈക്ക് ചിലവർക്ക് ചില ഡിഫിക്കൽട്ട് ജേർണി കൂടെ നടക്കുമ്പോൾ അവർക്കൊരു വാക്ക് ത്രൂ ആയിട്ടൊരു ഗൈഡായിട്ട് അത് വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പം ഡിപ്രഷനിൽ നിൽക്കുന്നവർക്ക്, ഒറ്റപ്പെടൽ അനുഭവിക്കുന്നവർക്ക്, ചിലവർക്ക് കഴിവില്ലായ്മ അനുഭവിക്കുന്നവർക്ക്, നഷ്ടപ്പെടലുകൾ അനുഭവിക്കുന്നവർക്ക്, ഇവർക്ക് എല്ലാവർക്കും നറൂട്ടോ ഉണ്ടായി. ദേ ഓൾ ഗെറ്റ് അപ്പ് ആൻഡ് സ്റ്റാർട്ട് ഡൂയിങ് ദ സ്റ്റഫ്. എങ്ങനെയാണെന്ന് പറഞ്ഞു തരാൻ പറ്റത്തില്ല. യു ഗൈസ് ഹാവ് ടു വാച്ച് ഇറ്റ്. ആൻഡ് ഇവൻ്റെ അനിയനാണ്, ഞങ്ങൾ 3 പേരും കൂടെ പിയർ പ്രഷർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നറൂട്ടോ വാച്ച് ചെയ്യാൻ. ഒരു സീരീസ് കണ്ടിട്ടില്ലാത്തൊരു മനസ്സിലായി. മഹാഭാരത രാമായണത്തിന്റെ ഒരു സാധനമാണോ ഇത്? അഫ്കോഴ്സ് ഇത് നാറൂട്ടോയെ പറ്റി നമ്മൾ കണ്ടു കഴിഞ്ഞാൽ കൂടുതൽ എല്ലാവരും ഒന്നും അന്വേഷിച്ച് പോകത്തില്ല. ഞാൻ കുറച്ച് இந்த മാതിരി പോകുന്ന ആളായത് കൊണ്ട് ഞാൻ പറയാണ്, കുറച്ച് അന്വേഷിച്ച് പോയപ്പോൾ ദിസ് ക്യാരക്ടർ വാസ് ഹെവിലി ഇൻഫ്ലുവൻസ്ഡ് ബൈ ജാപ്പനീസ് മിത്തോളജിക്കൽ ഗോഡ്സ്. നമ്മുടെ രാമായണം ഒരു പാട്ടും രീതിയിൽ എഴുതിയതുപോലെ തന്നെ ജാപ്പനീസിലെ വലിയൊരു എപ്പിക്ക് ആനിമെ ആക്കിയതാണ് ഈ സാധനം. And the guy who directed Naruto was heavily influenced by Ramayana, and he even mixed characters from Ramayana. ഈ ഹാഷിറാമ എന്ന് പറയുന്ന ആളും പുള്ളിയുടെ രാമ പോലൊരു ക്യാരക്ടറാണ്. ഹീസ് എ വെരി ജെന്റിൽ ഗായ് ഹു ഇസ് ഇമ്മൻസ്ലി പവർഫുൾ. പുള്ളിക്കൊരു അനിയനുണ്ട്, ടോബി രാമ എന്ന് പറയുന്ന ആള്. നെയിം തന്നെ ഹാഷിറാമ എന്നാണ്, RAMA രാമ. അങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പുള്ളി ബുദ്ധിസവും വന്നിട്ടുണ്ട്. ബുദ്ധിസം വന്നിട്ടുണ്ട്. മറ്റേ ലാഫിംഗ് ബുദ്ധയുടെ ജൂട്സു ഒക്കെ ഉണ്ട്. പിന്നെ ചാക്ര, ജൂട്സു, ഇന്റേണൽ എനർജി, ഇങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. അപ്പോൾ നറൂട്ടോ ഈസ് എ മസ്റ്റ് വാച്ച് ഫോർ എവ്രി വൺ ഹു ഈസ് സഫറിങ് ഇൻ എനി സോർട്ട് ഓഫ് ബാഡ് തിങ്സ്. സ്റ്റഫ് ഉണ്ട്, അതിനുള്ളിൽ സ്റ്റഫ് ഉണ്ട്. കാണേണ്ട രീതിക്ക് അക്സെപ്റ്റ് ചെയ്യുന്ന രീതിക്ക് കണ്ടാൽ വെറുതെ പോപ്കോണും തിന്നോണ്ട് നറൂട്ടോ കാണുന്നവരും ഉണ്ട്. ബാഡായി ലൈഫിന്റെ പ്രോബ്ലംസിൽ കൂടെ കടന്നു പോയിട്ട് നറൂട്ടോ കണ്ട് പറന്നുയർന്നവരും ഉണ്ട്. അങ്ങനെ ലൈഫിന്റെ വളരെ ബാഡായിട്ട് കുറച്ച് കാലഘട്ടങ്ങളിലൂടെ നറൂട്ടോ രക്ഷിച്ച 3 പേരാണ് 1, 2, 3. എനിക്ക് അതിനെ കുറിച്ച് അറിഞ്ഞൂടാ. എന്തായാലും നറൂട്ടോ ഞാൻ കാണാൻ പോകുന്നു തീരുമാനിച്ചു. സെക്കൻഡ് തിങ് ഇവന്റെ കയ്യിലിരിക്കുന്ന ബുക്ക് സിഗ്മണ്ട് ഫ്രോയിഡിന്റെ ഇന്റർപ്രിട്ടേഷൻ ഓഫ് ഡ്രീംസ് എന്ന് പറഞ്ഞു, റാൻഡം ആയിട്ട് വന്ന ബുക്ക്. ഇത് കണ്ടപ്പോൾ ആദ്യമേ തോന്നിയ പപ്പുണ്ണന്റെ ഒരു അയവാസ്ക ട്രിപ്പിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഹി ലിവ്ഡ് 30 years in his dream. നമുക്കിപ്പോൾ ഇത് പറയുമ്പോൾ ഭയങ്കര ഓവർ സ്റ്റേറ്റ്മെന്റ് ആയിട്ടോ തള്ളായിട്ടോ ഒക്കെ തോന്നും. ബട്ട് ഞാൻ കാനഡയിലായിരുന്നു ആൻഡ് ഐ ഗോട്ട് ഇൻ ടു I was lucky to try ayahuasca for one time.
എൻ്റെ കൂടെ ഉള്ളവർ പറയുന്നത് ഞാൻ പാസ് ഔട്ടായി, 2-3 മണിക്കൂർ ഞാൻ ഇല്ലായിരുന്നു. ബട്ട് ഞാനൊരു കാലം, സമയം, വർഷം ഒന്നും എനിക്ക് ഓർമ്മയില്ല. ഐ ലിവ്ഡ് എൻ എൻറ്റയർ ലൈഫ് ആസ് എ ഡിഫറെൻറ്റ് പേഴ്സൺ. ഹോൾ ലൈഫ്. ഞാൻ വളർന്നത്, ഞാൻ സ്കൂളിൽ പോയത്, ഞാൻ കോളേജിൽ പോയത്, ഞാൻ ജോലിക്ക് പോയത്, എൻ്റെ ഫ്രണ്ട്സ്, ഇതുപോലുള്ള ഗ്യാതറിങ്സ്, ഇതെല്ലാം ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത് ആരോ എന്നെ മറ്റേ ലോകത്തു നിന്ന് തട്ടി ഉണർത്ത് ഞാൻ കണ്ണ് തുറന്നപ്പോൾ ഐ വാസ് ബാക്ക് ഇൻ എ റൂം സോബർ. Yeah, and I literally spent years in there. I had a family. വേറെ ആളുകളായിരുന്നു. ഐ ഹാഡ് എ ഡിഫറെൻറ്റ് ബൈക്ക്. ഞാൻ ബൈക്ക് ഓടിക്കുന്നത് എനിക്ക് ഓർമ്മയുണ്ട്. എൻ്റെ ബൈക്കിൻ്റെ സ്പീഡോമീറ്റർ ഓർമ്മയുണ്ട്. ചെറിയ ചെറിയ മൈന്യൂട്ട് ഡീറ്റെയിൽസ് വരെ എനിക്ക് ഓർമ്മയുണ്ട്. ആ ലൈഫിൽ സോറോസ്, സാഡ്നസ് എന്തെങ്കിലും ഉണ്ടായിരുന്നത് ഫുൾ ഹാപ്പി ആയിരുന്നു? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അത് ഭയങ്കര ജനറലൈസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. ഈ ലൈഫ് പോകുന്നത് എങ്ങനെയാ അതുപോലൊക്കെ തന്നെയാ. പക്ക റിയാലിറ്റി. ആ റിയാലിറ്റിന്ന് ഞാൻ എണ്ണീറ്റ് വന്ന് ഞാൻ ഇരുന്ന് അടിച്ച് ഓഫായ റൂമിലോട്ട് വന്നതോടെ ഐ വാസ് ഫക്ക്ഡ് അപ്പ്. പക്ഷെ ആ റിയാലിറ്റിന്ന് നിനക്ക് കറണ്ട് റിയാലിറ്റിയിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്ന എന്ത് ലെസൺസ്? ഒത്തിരി ഉണ്ട്. കാരണം ആ റിയാലിറ്റിയിൽ ഞാൻ ഇതിന്റെ ഏറ്റവും വലിയ ടേക്ക് അവേ ആയിട്ട് ഞാൻ എടുക്കുന്നത്, എനിക്കിപ്പോൾ 26 വയസ്സാണ്. പക്ഷെ ഞാൻ അവിടെ ഒത്തിരി വർഷം ജീവിക്കുകയും കുറേ ആളുകളോട് പരിചരിക്കുകയും ഒക്കെ ചെയ്തു. എന്നിട്ട് ഇത് കഴിഞ്ഞ് ഞാൻ തിരിച്ചു വന്നപ്പോൾ ഇതെല്ലാം ആ ലോകത്ത് നടന്ന എല്ലാ എക്സ്പീരിയൻസും എനിക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റി. യെസ്, എനിക്കൊരു 10-50 വയസ്സുകാരൻ്റെ എക്സ്പീരിയൻസുമായിട്ടാണ് ഞാൻ ഇവിടെ വന്നത്. അപ്പോൾ ഈ ലോകമാണോ ആ ലോകമാണോ ഭയങ്കര ഒരു കൺഫ്യൂഷനിൻ്റെ കൂടെ ഞാനൊരു 1-2 മാസം കടന്നുപോയി. അപ്പോഴാണ് എനിക്ക് ഈ നറൂട്ടോ എൻ്റെ ലൈഫിൽ വരുന്നത്. നറൂട്ടോ ഹെൽപ്പ് ചെയ്ത് എങ്ങനെയാണ് എന്ന് എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ബട്ട് അത് കണ്ടവർക്ക് മനസ്സിലാവും. എല്ലാവരും ലൈഫിൽ ഓരോ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകും. അതുപോലെ പ്രശ്നത്തിലൂടെ കടന്നു പോയതാണ് ഞാൻ. ഓ യെസ്, ഐ വെരി മച്ച് ബിലീവ് ഇൻ ഓൾട്ടർനേറ്റ് റിയാലിറ്റീസ് ബിക്കോസ് ഞാൻ ആ ഒരു ലൈഫിൽ അയവാസ്ക അടിച്ച് ഒരു 10-30 വർഷം, 30 വർഷം എന്ന് ഞാൻ പറയുന്നത് എൻ്റെ ഒരു ഓർമ്മയിൽ നിന്നാണ്. എന്നിട്ട് ഞാൻ തിരിച്ചു വന്ന് ഇവിടെ വന്നിരുന്നപ്പോൾ എനിക്കൊരു ഡൗട്ട് ഉണ്ടായി, ഇതാണോ സത്യം അതാണോ സത്യം എന്നുള്ളൊരു ഒരു നമ്മുടെ മനസ്സിലൊരു ക്വസ്റ്റ്യൻ വരും. അപ്പം ഞാൻ അത്രയും നാൾ കണ്ടതാണോ സത്യം, ഇത്രയും നാൾ ജീവിച്ചതാണോ? ബിക്കോസ് ഇവിടെ വന്ന് എനിക്ക് ഓർക്കേണ്ടി വന്നു എൻ്റെ അച്ഛൻ ആരാ, എൻ്റെ അമ്മ ആരാ. അതൊരു മൈൻഡ് ഫക്കാണ്. അത് ഓവർകം ചെയ്യുന്നതിനെക്കാട്ടി പ്രശ്നം പറ്റിയെന്ന് പറഞ്ഞാൽ എനിക്ക് വേറൊരു ക്വസ്റ്റ്യൻ മനസ്സിൽ വന്നു, ഈസ് ദിസ് ദ റിയാലിറ്റി ഓർ ആം ഐ സംവെയർ എൽസ്? കാരണം ഞാൻ അതുപോലൊരു സ്ഥലത്തു നിന്നാണ് വന്നത്. ബിക്കോസ് ഇറ്റ് ഫെൽറ്റ് സോ റിയൽ. അതുപോലെ തന്നെയാണ് എനിക്ക് ഇപ്പോഴും തോന്നുന്നത്. സോ ആദ്യത്തെ ഒരു 1-1.5 മാസം എനിക്ക് ഒരു സെൽഫ് ഡൗട്ട് ഉണ്ടായിരുന്നു, ഞാൻ വേറെ എവിടെയോ അടിച്ച് കിടക്കുകയാണ്, ആൻഡ് ദിസ് ഈസ് നോട്ട് ദ റിയൽ മീ. ഇതും അതുപോലെ ഒരു പ്രൊജക്ഷൻ ആവുമോ എന്നൊക്കെ തോന്നി. ബട്ട് കോൺഷ്യസ്നെസ്സിനെ ചോദ്യം ചെയ്തു തുടങ്ങിയോ? ഓ യെസ്. ആൻഡ് ഡു യു തിങ്ക് യു ആർ ഇൻ ദ റൈറ്റ് കോൺഷ്യസ് ട്രാക്ക്? വാട്ട് ഈസ് കോൺഷ്യസ്നെസ്? കോൺഷ്യസ്നെസ് എന്തുവാന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ബട്ട് റൈറ്റ് നൗ വാട്ട് ഐ ആം ഡൂയിങ് ഈസ്, ഞാൻ വേറൊരു കാര്യം മനസ്സിലാക്കിയതെന്ന് വെച്ചാൽ, ഇപ്പം എൻ്റെ മുന്നിൽ എന്താണോ ഉള്ളത് അത് റിയലായിട്ട് എടുക്കുക, അത് ലിവ് ചെയ്യുക. ഇപ്പം ഈവൻ ഇഫ് ഐ എം ഡ്രീമിങ്, അത് അപ്പോഴത്തെ സമയം അത് എൻജോയ് ചെയ്യുക. ഇപ്പം ഞാൻ ഡ്രീം ചെയ്യുവാണോ ഇത് റിയൽ ആണോ എന്നൊന്നും എനിക്ക് അറിയേണ്ട കാര്യമില്ല. ബിക്കോസ് ഐ എം ബിയോണ്ട് ദാറ്റ്. സോ ഐ എം എൻജോയിങ് ദിസ്, ഐ എം ലിവിങ് ഹിയർ. ഇഫ് ഐ എം ഗോയിങ് ബാക്ക് സംവെയർ എൽസ് ഐ വിൽ കോപ്പ് അപ്പ് വിത്ത് ദാറ്റ് ടു. അത് അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടാക്കി എടുക്കാതെ ഭയങ്കര പാടാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ കോൺഷ്യസ് റിയാലിറ്റീനെ ചോദ്യം ചെയ്യുന്ന എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടാവും? ഇല്ലെന്ന് പറയാം. എനിക്കും ഇതുപോലൊരു ചെറിയ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. ഇതുപോലൊരു ഡ്രഗ് എന്ന് പറയാൻ പറ്റത്തില്ല, മാജിക് മഷ്റൂം. പപ്പു വന്ന് നാട്ടിലില്ല, നമ്മള് ബാക്കി എല്ലാരും ആയിട്ട് നമ്മൾ കൊടൈക്കനാൽ പോയി, ഇതുപോലെ ഇട്ടു. അന്ന് ശരിക്കും അതെനിക്കൊരു ചേഞ്ചിങ് പോയിന്റ് ആയിരുന്നു. അതുവരെ ഞാൻ ശരിക്കും ലൈഫ് ഒരു നെഗറ്റീവ് വ്യൂ എന്ന് പറയാൻ പറ്റത്തില്ല, എന്നാലും ഒരു കൈൻഡ് ഓഫ് വേറൊരു വ്യൂവിലായിരുന്നു. ഒരു റാറ്റ് റേസിലായിരുന്നു എനിക്ക് ശരിക്കും തോന്നിയിട്ടുണ്ട്. അന്ന് അതുവരെ ഞാൻ ഇത് ട്രൈ ചെയ്തിട്ടില്ല, ഫസ്റ്റ് ടൈമാണ്.
അന്ന് എന്തോ സർക്കിളും എല്ലാം കറക്റ്റ് ആയിട്ട് വന്നു. പക്ഷെ എനിക്കൊരു ഭയങ്കര ഡിവൈൻ എക്സ്പീരിയൻസ് എന്ന് എടുക്കാം. ആ ഒരു ഡിവൈൻ എക്സ്പീരിയൻസ് എന്തോ അതെന്ത് എനിക്ക് അറിയണ്ടേ. മഷ്റൂം അടിച്ചതാ? മഷ്റൂം അടിച്ചത്. അത് ഞാൻ കേട്ടിട്ടുണ്ട് എല്ലാവർക്കും ഓരോ വട്ടം ഒരു മഷ് ട്രിപ്പ് കഴിയുമ്പോഴത്തേക്ക് ഒരു ലെസൺ കിട്ടുമെന്ന്. എനിക്ക് കിട്ടിയ ലെസൺ എന്ന് പറയുന്നത് ലൈഫ് സ്ലോ ആയിട്ട് എടുക്കുക, ചെറിയ ചെറിയ കാര്യങ്ങൾ Enjoy ചെയ്യുക. അത് ഒരു ഭയങ്കര അത് ഒരു ഇത് പറയാന്നെങ്കിൽ നമ്മൾ അടിച്ചിട്ട് ഇത് ദഹിക്കാൻ കുറച്ച് ടൈം ഉണ്ടല്ലോ, അപ്പോഴത്തേക്ക് നമ്മളിങ്ങനെ അതുവഴിയൊക്കെ നടക്കുമായിരുന്നു. നടന്നു കഴിഞ്ഞ് ഒരു കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു ചെറിയൊരു വൈബ്രേഷൻ കിട്ടി. അത് കഴിഞ്ഞ് ഞാനിങ്ങനെ അശ്വിനുമായിട്ട് നടക്കുമ്പോഴത്തേക്കും നമ്മൾ ഒരു മലയുടെ ഇടുക്കിലൊരു പൂവുണ്ട്, ഒരു ജസ്റ്റ് ഒരു പൂവാണ്. ഞങ്ങൾ രണ്ടുപേരും അതിൽ തന്നെ നമ്മൾ കണക്റ്റ് ആയി. അതായത് നമ്മൾ ആ ഒരു പൂവിൽ ഒരു 10 മിനിറ്റോളം ഇങ്ങനെ താടിക്ക് കൈ കൊടുത്ത് ഇങ്ങനെ നോക്കി നിൽക്കുക. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ചെറിയ അതുവരെ ഞാൻ ചിന്തിച്ചോണ്ടിരുന്നത് ഇതൊക്കെ എന്ത് വരുന്നത് അങ്ങനെയൊക്കെ ആയിരുന്നു ചിന്തിച്ചോണ്ടിരുന്നത്. പക്ഷെ ആ ഒരു പൂവിൽ ഒരു 10 മിനിറ്റ് നോക്കി നിന്നപ്പോൾ എനിക്ക് മനസ്സിലായി ലൈഫിൽ ചെറിയ കാര്യങ്ങൾക്ക് വരെ ഭയങ്കര ബ്യൂട്ടി ഉണ്ടെന്ന്. ആ ഒരു എനിക്ക് പറയാനുള്ളത്, എന്റെ ജനറേഷൻ അടുത്ത് പറയാനുള്ളത് ഡ്രഗ്സ് അവോയ്ഡ് ചെയ്യും. പക്ഷെ ഇതിനൊന്നും ഡ്രഗ്സ് ഇപ്പൊ എടുത്താതെ ഞാൻ കാനഡയിൽ പഠിക്കാൻ പോയത്, അങ്ങോട്ട് ഞാൻ തിരിച്ചു വന്നു. നിങ്ങൾ ഈ രാജ്യത്ത് വളരെ വലിയ ഹാർഡ് ഡ്രഗായിട്ട് കാണുന്ന ഒരു സാധനമാണ് മർവാന, നിങ്ങളുടെ ഭാഷയിൽ കഞ്ചാവ്. ഈ കഞ്ചാവ് നമ്മുടെ നാട്ടിൽ വലിക്കുകയോ ഉപയോഗിക്കുകയോ വാങ്ങിക്കുകയോ വിൽക്കുകയോ ഒക്കെ ചെയ്താൽ ജയിലിൽ പോയി നമ്മളുടെ കേസ് രജിസ്റ്റർ ചെയ്ത് നമ്മളെ ഭാവിയെ തീരും. പിന്നെ നാട്ടുകാരുടെയും വീട്ടുകാരുടെയും സൊസൈറ്റി വേറെ ബാഡ്. പക്ഷേ ഇതേ സാധനം, ഇതിനെക്കാട്ടിയും പൊട്ടൻ്റ് ആയ സാധനം കാനഡയിൽ സർക്കാർ വിൽക്കുന്ന കടയിൽ നിന്ന് ഞങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റും. ഒരു പാക്കറ്റ് സിഗരറ്റിന് അവിടെ $20, ഒരു പാക്കറ്റ് കഞ്ചാവിന് അവിടെ $6 ഉള്ളൂ. അപ്പം ഈ രാജ്യത്ത് ജീവിക്കുന്നവരുടെ റിയാലിറ്റി എന്ന് പറയുന്നത് കഞ്ചാവ് വലിക്കാൻ പാടില്ല, വാങ്ങിക്കാൻ പാടില്ല, വിൽക്കാൻ പാടില്ല, ഒന്നും ചെയ്യാൻ പാടില്ല. ആൻഡ് ഐ റെസ്പെക്ട് ദ ലോ ഇൻ ഇന്ത്യ. പക്ഷെ നിങ്ങൾ വേറൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇതേ സാധനം വേറൊരു രാജ്യത്ത് സിഗരറ്റിനെക്കാട്ടിയും വില കുറച്ചാണ് സർക്കാർ കൊടുക്കുന്നത്. അപ്പോൾ ഇത് ഡ്രഗായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നത് ദൈവമോ ഒരു ഹയർ അതോറിറ്റി ഒന്നും അല്ല. നമ്മളെ എലക്ട് ചെയ്ത് വിടുന്ന കുറച്ച് നമ്മളെ പോലുള്ള മനുഷ്യർ ഇത് വേണ്ട, പച്ച വേണ്ട, ചുവപ്പ് മതി, ചുവപ്പ് വേണ്ട, നീല മതി എന്ന് അവർക്ക് പേപ്പറിൽ തീരുമാനിക്കാനുള്ള കഴിവുണ്ട്. ഇപ്പം നാളെയോ മറ്റന്നാളോ ഒരു 10 വർഷത്തിന് ശേഷം ഞാനോ ഇവനോ ഒക്കെ മിനിസ്റ്റേഴ്സ് ആയ കഴിഞ്ഞാൽ ഈ സാധനമൊക്കെ ചിലപ്പോൾ മാറ്റാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇപ്പം നമ്മളുടെ ഭരണഘടനയിൽ ഇരിക്കുന്ന ആളുകൾ തീരുമാനിക്കുന്നതാണ് ഇതൊക്കെ ഡ്രഗ്സ് ആണെന്ന്. ഞാൻ യു തിങ്ക് യു ഷുഡ് ലീഗലൈസ് ഡ്രഗ്സ്? ഇൻ മൈ ഒപ്പീനിയൻ ആൽക്കഹോൾ ആണ് ആദ്യമായിട്ട് ഇല്ലീഗൽ ആക്കേണ്ട സാധനം. ബിക്കോസ് ഞാൻ കാനഡയിൽ പോയതും ഈ രാജ്യത്ത് താമസിച്ചതും കഞ്ചാവ് അടിച്ച് ആരും ഒരുത്തനെ കത്തിയും കൊണ്ട് കുത്താനോ വണ്ടി ഇടിച്ച് കൊല്ലാനോ പോയിട്ടില്ല. വെള്ളം അടിച്ചു കഴിഞ്ഞാൽ നമ്മളത് ചെയ്യും. ഞാൻ ഒരു കാര്യം പറയട്ടെ, എനിക്ക് പേഴ്സണൽ ലൈഫിൽ അറിയാൻ ഈ കഞ്ചാവ് അടിച്ച് പ്രൊഡക്ടിവിറ്റി എന്ന് പറഞ്ഞ സാധനം ഇല്ലാതായിട്ടുള്ള മനുഷ്യന്മാരെ. എടാ, ഈ പ്രൊഡക്ടിവിറ്റി ഇല്ലാതാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ചെറിയൊരു ഉത്തരം തരുമെന്ന് പറഞ്ഞാൽ ഇത് എത്ര പേർക്ക് മനസ്സിലാവുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഈ പ്രൊഡക്ടിവിറ്റി, ജോബ്, കരിയർ, പ്രൊമോഷൻ, ടാക്സ്, ഇന്ന സാധനങ്ങളെല്ലാം വന്നിട്ട് ഒരു 100-150 വർഷമേ ആവുന്നുള്ളൂ. ഈ നമ്മൾ സയൻസ് എടുത്തു കഴിഞ്ഞാൽ എർത്ത് ഹാസ് ബീൻ അറൗണ്ട് 4.5 ബില്യൺ 4.3 ബില്യൺ ഇയേഴ്സ് അഗോ, ആൻഡ് ഹ്യൂമനോയിഡ്സ് ഒരു 2 ബില്യൺ ഇയേഴ്സ് അഗോ തൊട്ടുണ്ട്. ഈ കഴിഞ്ഞ 200 വർഷം വരെ നമ്മുടെ ലോകത്ത് ജോലിയോ ടാക്സോ കരിയറോ പ്രമോഷനോ TCS ഈ പറഞ്ഞ റിലയൻസോ കോപ്പോ ഒന്നും ഇല്ലായിരുന്നു. അപ്പം ഈ ഒരു കഴിഞ്ഞ ഒരു 150 വർഷം വന്ന അല്ലെങ്കിൽ ആരെങ്കിലും കൊണ്ടുവന്ന സാധനം ശരിയാണോ തെറ്റാണോ എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ട. പക്ഷെ ഞാൻ എൻ്റെ ചോദ്യം അതല്ല, റിഫൈൻ ചെയ്ത് ചോദിക്കുകയാണെങ്കിൽ എനിക്കൊരു അറിയാം, they became more anti-social than being social. See, social word എന്ന് പറഞ്ഞൊരു കോൺസ്ട്രക്ട് എന്ന് പറയുമ്പോൾ ചിലർക്ക് പറയാം you don't have to be social. പക്ഷെ നമ്മൾ at the end of the day we live in a society. We have to take care of our parents, we have to take care of our surroundings. നമ്മുടെ സോഷ്യൽ പീപ്പിളിനെ നമ്മൾ റെസ്പെക്ട് ചെയ്യണം, എന്നാലൊക്കെ ഒരു ഹാർമണിയിൽ ജീവിക്കാൻ പറ്റും. പക്ഷേ കഞ്ചാവ് അതുപോലത്തെ ലീതൽ ഡ്രഗ്സ് ഒക്കെ വരുമ്പം they go beyond the realization of the social aspect. ഇല്ല, എനിക്ക് പക്ഷെ അങ്ങനെ തോന്നിയിട്ടില്ല. എനിക്ക് പേഴ്സണലി അറിയുന്ന ആൾക്കാരുണ്ട്. അത് നമ്മുടെ സൊസൈറ്റിയിലുള്ള ജഡ്ജ്മെന്റ് ആണ്, എനിക്ക് മനസ്സിലായത്. അത് വേറൊരു വലിയ പ്രശ്നം വരുന്നത്, വാട്ട് ഡു യു പെർസീവ് as സോഷ്യൽ നോംസ്? നിന്റെ സോഷ്യൽ നോംസ് ആയിരിക്കില്ല എൻ്റെ സോഷ്യൽ നോംസ്. യു എക്സ്പെക്ട് മീ ടു ഗോ ടു എ ജോബ്, work 8 hours a day, pay taxes,
pay EMI and die. What if somebody else is not willing to do that? ഒരു സൊസൈറ്റി പറയുന്ന ഐഡിയൽ മാൻ ആണ് Yeah. പറഞ്ഞത്. നീ പറയുന്ന ഒരു സൊസൈറ്റിയുടെ ഐഡിയൽ മാനാണിത്. ആൻഡ് വാട്ട് ഇഫ് സംബഡി ഈസ് അഗെയിൻസ്റ്റ് ദിസ്? വാട്ട് ഇഫ് സംബഡി ഈസ് സേയിങ് യു ഗെറ്റ് എ ഫാം, യു ഫാം യുവർ ഓൺ ഫുഡ്, യു റൈഡ് ഹോഴ്സസ് ഓൾ ഡേ, എന്നിട്ട് ആ പന്നിയെയോ മാന്യയോ പിടിച്ച് തിന്ന് ചുട്ട് കരിച്ച് തിന്നിട്ട് ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ മുന്നിൽ പോയി രാവിലെ തൊട്ട് വൈകിട്ട് വരെ വെറുതെ ഇരിക്കുന്നത്. ദാറ്റ്സ് ഓൾസോ ലൈഫ്. പക്ഷേ സൊസൈറ്റിയിൽ അതൊരു ഔട്ട്കാസ്റ്റ് ആയിട്ട് കാണുന്നു. യെസ്, സൊസൈറ്റിയിൽ ഹീസ് അൺപ്രൊഡക്റ്റീവ് ബിക്കോസ് ഹീ ഈസ് നോട്ട് പേയിങ് ടാക്സ്. അങ്ങനെ ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം എക്സിസ്റ്റ് ചെയ്യാൻ ലോകത്ത് ഈ മിൽക്കി വേ ഗാലക്സിയിൽ ജസ്റ്റ് ടു എക്സിസ്റ്റ്, ജസ്റ്റ് ടു ലിവ്, ടാക്സ് അടയ്ക്കേണ്ട ഒരേ ഒരു ആനിമൽ ഹ്യൂമൻ ബീങ്സ് ആണ്. ലോകത്ത് വേറെ ഏതെങ്കിലും ആനിമൽസ് ടാക്സ് അടയ്ക്കുന്നുണ്ടോ എക്സിസ്റ്റ് ചെയ്യാൻ? And why do you think so that's happening? ദാറ്റ്സ് ബിക്കോസ് നമുക്കായിട്ട് ദൈവം അല്ലെങ്കിൽ ആരെങ്കിലും നമ്മളിവിടെ എക്സിസ്റ്റ് ചെയ്യാൻ കാരണമായ ആരാണോ അവർ നമുക്ക് ഭൂമി തന്നിട്ടുണ്ട്. ബട്ട് സംബഡി എൽസ് ഈസ് കൺട്രോളിങ് ദ ഹോൾ വേൾഡ് ആൻഡ് ടേക്കൺ എർത്ത് as their property and we have to pay taxes to build our hut on it. I'm not exactly ഇവിടെ എനിക്ക് എത്തണ്ടേ. What do you know about that someone? You're talking about the Illuminati, the eliminated the elites. See, in the personal viewpoint, I believe there are powerful families in the world. Like the Cassini family. Explain. The Cassini family എന്തെന്ന് പറ? ഒരു വലിയൊരു കണക്കുണ്ട്, പക്ഷെ അതൊന്നും നമ്മുടെ ഗൂഗിളിൽ ചുമ്മാ ടൈപ്പ് ചെയ്താൽ കിട്ടത്തില്ല. ദർ ഇസ് എ ഫാമിലി, കസിനി ഓർ കസിഡി, അത് നിങ്ങൾ സെർച്ച് ചെയ്ത് നിങ്ങൾ കണ്ടുപിടിക്കണം. ദേ ആർ റെസ്പോൺസിബിൾ ഫോർ 88% ഓഫ് ദി ഗ്ലോബൽ സെയിൽസ്. 88% ഓഫ് ദി ഗ്ലോബൽ സെയിൽസ് എന്ന് വെച്ചാൽ, ഞാൻ ഇവരോട് നേരത്തെ പറയുന്നുണ്ടായിരുന്നു, ഞാൻ ഇവിടെ ഒരു ബബിൾ ഗം വിറ്റാൽ തന്നെ അതിനകത്തെ ഒരു 5 ഇൻഗ്രീഡിയൻറ്റിലും 3 ഇൻഗ്രീഡിയൻറ്റും ഈ ഫാമിലി ട്രീന്ന് വരുന്ന ആളുകളുടെ പ്രോഡക്റ്റ് ആയിരിക്കും. ഞാനിപ്പോൾ ഒരു തട്ടുകട ഇട്ടാൽ നമ്മൾ വിചാരിക്കും അത് എൻ്റെ തട്ടുകടയാണെന്ന്. പക്ഷെ അവിടെ തട്ടുകടയിൽ വരുന്ന ഗ്യാസ്, അവിടെ തട്ടുകടയിൽ വരുന്ന മൈദ, അവിടെ തട്ടുകടയിൽ ആ സാധനത്തിൻ്റെ സ്റ്റീലുകൾ, അതെല്ലാം വരുന്നത് ഒരു ഫാമിലിയിൽ നിന്നാണ്. സത്യചേട്ടാ ബാങ്കിങ് സെക്ടർ അങ്ങനെയൊക്കെയല്ലേ വർക്ക് ചെയ്യുന്നത്. ഡു യു തിങ്ക് ദർ ആർ പവർഫുൾ പീപ്പിൾ ഹു വേൾഡിൽ എലീറ്റ് പീപ്പിൾ ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ? നമ്മളെയൊക്കെ പപ്പറ്റ്സിന് കണക്ക് നമ്മളെ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുന്നത്? പക്ഷെ എനിക്ക് അങ്ങനെ ചിന്തിക്കുന്നതിനെക്കാട്ടി ഒരു ഇതെന്ന് പറഞ്ഞാൽ എൻ്റെ മൈൻഡിൽ വരുന്ന ഒരു ഫോളോ അപ്പ് ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ വൈ ഡു ദേ ഡു ദാറ്റ്? Like they have all the money in the world. Like why do they want to control the people? അവരുടെ അതൊരു പവർഫുൾ ക്വസ്റ്റ്യൻ ആണ്. അതിനൊരു പവർഫുൾ ആൻസറും ഉണ്ട്. അതിനാണ് ഞാൻ വെയിറ്റ് ചെയ്തത്. എനിക്ക് എപ്പോഴും ഉള്ള ഡൗട്ടായിരുന്നു. ഇത് പറയുന്നതിന് മുന്നേ വി വുഡ് ഹാവ് ടു ഗോ tens of thousands of years back. നമ്മുടെ ഹിന്ദു അല്ലെങ്കിൽ ഇന്ത്യൻ മൈത്തോളജിയിൽ രാമായണ എന്ന് പറയുന്നൊരു കഥയുണ്ട്. രാമായണ എന്ന് പറയുന്ന കഥയിൽ സംഭവം നടക്കുന്നത് രാമൻ ഹീറോയും രാവണൻ വില്ലനുമായിട്ട്. രാമൻ മൂവ്സ് ഫ്രം ദി നോർത്ത് ടു സൗത്ത് അക്രോസ് ദ സീ ടു ബാറ്റിൽ ദ ഡീമൺ. എന്നിട്ട് ഒരു എൻറ്റയർ സിവിലൈസേഷൻ പുള്ളി ഹനുമാൻ എന്ന ഒരാളെ വാലിൽ തീ പിടിച്ച് കത്തിച്ച് കളയുവാന്ന കഥ. ലങ്ക ദഹനം എന്നാണ് പറയുന്നത്. സോ ഇതുപോലൊരു കഥ ഗ്രീക്ക് മിത്തോളജിയിലും ഉണ്ട്. ആ ബുക്കിൻ്റെ പേര് ഞാൻ മറന്നുപോയി, ഇന്നലെ ഞാൻ ഇവനോട് പറഞ്ഞായിരുന്നു. അതിനകത്തും പറയുന്നത് സൗത്തിൽ നിന്നൊരു സീ ഫെയറിങ് സിവിലൈസേഷൻ, അവിടെ അതിൻ്റെ പേര് അറ്റ്ലാന്റിയൻസ് എന്നാണ്. അവിടെ നിന്നാണ് പ്ലേറ്റോയുടെ കഥയിലെ അറ്റ്ലാന്റിസ് വരുന്നത്. നമ്മളൊക്കെ അറ്റ്ലാന്റിസ് എന്ന് കേട്ടിട്ടുണ്ട്, കഥയോ മിത്തോ കളിയോ ഒക്കെ ആയിട്ട്. അപ്പോൾ ഈ അറ്റ്ലാന്റിസ് ഏതൻസ് അറ്റാക്ക് ചെയ്യുക, എന്നിട്ട് ഏതൻസിന് പിടിച്ചു നിൽക്കാൻ പറ്റാതെ ഏതൻസ്, അവരുടെ കഥയാണിത്, ഏതൻസ് ഈസ്റ്റേൺ ഏഷ്യയിലുള്ള സൺ ഗോഡിൻ്റെ ഇൻഹെറിറ്റൻസ് ആയിട്ടുള്ള ഒരു റാ എന്ന് പറയുന്ന ഒരു രാജാവിനെ ഹെൽപ്പിന് വിളിക്കുക. നമ്മുടെ കഥയിൽ പുള്ളി രാമനാണ്, റാം. ഗ്രീക്ക് കഥയിൽ റാ എന്ന് പറയുന്ന ഒരു സൺ ഗോഡിൻ്റെ ഇതുണ്ട്. യെസ്. പുള്ളി എന്നിട്ട് ഇവരെ അഥീനിയൻസിനെ രക്ഷിക്കാൻ വേണ്ടി നോർത്തിൽ നിന്ന് സൗത്തിലോട്ട് വന്ന്, പുള്ളി യഥാർത്ഥത്തിൽ അഥീനിയൻസിൻ്റെ കഥയിൽ രാമൻ എന്ന് പറയുന്നത് ആര്യനായിട്ടാണ് പറയുന്നത്. ആര്യൻസ് ഇൻ ഗ്രീക്ക് മിത്തോളജി വുഡ് ലുക്ക് ലൈക്ക് എ മോഡേൺ ജർമ്മൻ. And Indians in Greek mythology would look like a hardcore Tamilian.
ദ്രവിഡിയൻസ്, ചോളൻസ് എന്നൊക്കെ പറയും. ഓക്കെ ഓക്കെ. അപ്പം ഈ ആര്യനായ രാമൻ താഴോട്ട് സഞ്ചരിച്ച് ഗ്രീക്ക് മിത്തോളജിയിൽ പറഞ്ഞേക്കുന്നത് മനുഷ്യരുമായിട്ട് ഒരു കൊയിലേഷൻ ആർമി ഉണ്ടാക്കിയെന്നാണ്. ഓക്കെ. അവിടെ ഇൻവോൾവ് ചെയ്തേക്കുന്നത്, അപ്പോൾ പറഞ്ഞേക്കുന്നത് നമുക്കൊരു ഇൻഫ്ലുവൻസ് എടുക്കാവുന്നത്, രാമൻ വാസ് നോട്ട് നെസസറിലി എ ഹ്യൂമൻ ബിക്കോസ് ഹി വാസ് മേക്കിംഗ് എ കൊയിലേഷൻ വിത്ത് ഹ്യൂമൻസ്. ഗ്രീക്സ് അവിടെ ഹ്യൂമൻസ് ആയിട്ടാണ് പറഞ്ഞേക്കുന്നത്. സദേൺ ഇന്ത്യയിൽ അല്ലെങ്കിൽ കുമാരികാണ്ഡം എന്ന് പറയുന്ന സ്ഥലത്ത് നിങ്ങൾക്ക് കുറച്ച് പേർക്ക് അറിയായിരിക്കും, അവർ ഹ്യൂമൻസ് ആയിട്ടാണ് കണക്കാക്കിയേക്കുന്നത്. പക്ഷേ ഈ അറ്റ്ലാന്റിയൻസും ഈ മുകളിലുള്ള സൺഗോഡിലെ ആളുകളും ഹ്യൂമൻസ് ആയിട്ടല്ല കണക്കാക്കിയേക്കുന്നത്. അപ്പോൾ പണ്ട് തൊട്ടേ നമ്മുടെ മിത്തോളജികളിൽ നമ്മൾ മിത്തോളജിക്കൊക്കെ പ്രാധാന്യം കൊടുക്കുകയാണെങ്കിൽ വി ക്യാൻ ഫോർമുലേറ്റ് എ തിയറി ഇൻ വിച്ച് two factions of civilizations were fighting over the world. Western and Eastern. Yes, the Western and Easterns. And ചില കാര്യങ്ങൾ ഞാൻ പറയാം. ആൻഡ് ഈ അറ്റ്ലാന്റിയൻസ് വെർ മോർ ഡെപ്പിക്റ്റഡ് ആസ് പീപ്പിൾ ഹാവിങ് ഹ്യൂമൻ ബോഡി ആൻഡ് റെപ്റ്റിലിയൻ ഹെഡ്സ്. പാമ്പുകളെ എവിഡൻസ് ഞാൻ പറയാം. പാമ്പുകളെ പോലെ ഇരിക്കുന്ന ആളുകളായിരുന്നു എന്നാ പറയുന്നത് അറ്റ്ലാന്റിയൻസ്. ഈ സൺഗോഡിൻ്റെ ആളുകൾ കുറച്ചും കൂടെ വെളുത്ത് ഭയങ്കര ഹൈറ്റ് ഒക്കെ ഉള്ള ആൻഡ് മോസ്റ്റ് പ്രോബബ്ലി റിസംബ്ലിങ് ജർമ്മൻസ്, ആര്യൻസ്. ഹിറ്റ്ലറൊക്കെ ഇതിൻ്റെ പുറകിലായിരുന്നു. ഹിറ്റ്ലർ വില്ലനായിരുന്നോ ഗുഡ് ഗൈ ആയിരുന്നോ എന്നുള്ളത് വലിയൊരു ഡിബേറ്റിൻ്റെ ആവശ്യമാണ്. ബിക്കോസ് ഹിറ്റ്ലർ, അത് നമുക്ക് പിന്നെ പറയാം. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഹിന്ദു അല്ലേ? ദൈവങ്ങളെയൊക്കെ അറിയോ? 2-3 ദൈവത്തിന്റെ പേര് പറയോ? ശിവനെ അറിയോ? ശിവനും വിഷ്ണുവും ആദ്യമേ പറഞ്ഞു ഹിന്ദു ഗോഡ്സ് ആണ്. ഹൗ ഡു യു സീ വിഷ്ണു? ഇസ് എ ഗായ് ഹാവിങ് എ സർപ്പന്റ് ബിഹൈൻഡ് ഹിസ് ഹെഡ്. അനന്തശയനത്തിലാ കിടക്കുന്ന പുള്ളി. ആൻഡ് രണ്ടാമത്തെ ആളാരെ? ശിവൻ. ഹൗ ഡു യു എക്സ്പ്ലെയിൻ ശിവൻ? ഡിസ്ട്രോയർ. And he also is having a snake protruding from his neck. അപ്പോൾ യഥാർത്ഥത്തിൽ ഫ്രം ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് ആൻഡ് റിസർച്ച്, ഹിന്ദുയിസം എന്ന് പറയുന്നത് വി ആർ ആക്ച്വലി ഡിവോട്ടീസ് ഓഫ് റെപ്റ്റിലിയൻസ്. യെസ്, നമ്മുടെ അനന്തൻ എന്ന് പറയുന്നതും, നമ്മുടെ അനന്തൻ എന്ന് പറയുന്ന ആള് 7 തലയുള്ള ഒരു പാമ്പാണ്. അതിന് ഈ അനന്തനിലാണ് നമ്മുടെ വിഷ്ണു ഇരിക്കുന്നത് അല്ലെ? വിഷ്ണുവിന്റെ തലയിലുള്ള അനന്തൻ. യെസ്, കാവുകള്. അങ്ങനെ നമ്മുടെ ഹിന്ദുക്കളുടെ ഏറ്റവും വലിയ അമ്പലമായ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ എന്തുവാ? 7 തലയുള്ള ഒരു പാമ്പിന്റെ കീഴില് വിഷ്ണുവാ. രണ്ടാമത്തെ ആളാണ് ശിവൻ. ശിവനെ യഥാർത്ഥത്തിൽ നമ്മൾ കാണുന്ന ശിവൻ എന്ന് പറയുന്നത് നമ്മളെ നീല പെയിന്റ് ഒക്കെ അടിച്ച് 6 പാക്ക് ഒക്കെ ഉള്ള ഒരു ബ്യൂട്ടിഫുൾ മച്ചാനാണ്. പീക്ക് മെയിൽ ഫിഗർ ആണ് മച്ചാൻ. ഈ മച്ചാനെ പക്ഷേ നമ്മൾ വിഷ്വലൈസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇറ്റ്സ് ഓൺലി ബീൻ 150-200 ഇയേഴ്സ്. ആൻഡ് നമ്മൾ ഈ ഓരോ വീട്ടിലും കാണുന്ന ശിവൻ എന്ന് പറയുന്നത് വരച്ച് ശരിയാക്കിയിട്ട് ഒരു 10-200 വർഷമായിട്ടുള്ളൂ. നമ്മൾ വരച്ച പടമാണത്, 3 ജനറേഷൻസ് ബാക്ക്. പക്ഷേ യഥാർത്ഥ ശിവന്റെ ഡിസ്ക്രിപ്ഷൻസ് ശിവപുരാണയിൽ നിന്നും ഗരുഡപുരാണയിൽ നിന്നുമൊക്കെ നമുക്ക് സംസ്കൃതത്തിൽ നിന്ന് വായിച്ചാൽ ദർ ഈസ് നോ മെൻഷൻ ഓഫ് എ ഹ്യൂമൻ ഹെഡ് ഓൺ ശിവ. ഇറ്റ്സ് എ ഹ്യൂമൻ ലൈക്ക് ബോഡി ഹാവിങ് എ സ്നേക്ക് പ്രൊട്രൂഡിങ് ഫ്രം ദ നെക്ക്. യെസ്, നമ്മൾ മനുഷ്യരായതുകൊണ്ടും ഇപ്പോൾ നമ്മളുടെ ചിന്തയിൽ ഒരു മനുഷ്യരൂപത്തിൽ നിന്ന് കഴുത്തിൽ നിന്ന് ഒരു പാമ്പ് പൊങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ഓൺലി ഇമാജിൻ ഹാവ് എ ഒരു മനുഷ്യനെ വെച്ചിട്ട് മനുഷ്യൻ്റെ കഴുത്തിൽ നിന്ന് വേറൊരു പാമ്പിനെ ഇമാജിൻ ചെയ്യൂ. ബട്ട് ശിവൻ ഒരു മനുഷ്യനാണെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. ശിവനെ പറ്റി പറഞ്ഞേക്കുന്നത് ഐ എം നോട്ട് പൊട്രേയിങ് അവർ ഗോഡ് ആസ് എ ബാഡ് ഗായ്, ബട്ട് ഐ എം ജസ്റ്റ് സ്പീക്കിംഗ് റിയാലിറ്റി. ശിവനെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ രാക്ഷസന്മാർ പോലും വെള്ളം കുടിക്കത്തില്ലെന്നാണ് പറഞ്ഞേക്കുന്നത്. ഹി വാസ് അഗ്ലി ആസ് ഫക്ക്. ടു ബി ഫ്രാങ്ക്. ആൻഡ് ഹി വാസ് ഡെഡ്ലി. രാക്ഷസന്മാരുടെ രാജാവായിരുന്നു ശിവൻ. രാക്ഷസന്മാരാകെ സേവിച്ച ദൈവം ശിവനാണ്, റെസ്പെക്ട് ചെയ്യുന്ന ശിവനാണ്. എന്നിട്ട് നമുക്ക് ഒരു മിനിറ്റ് നമുക്ക് മറ്റേ ഗ്രീക്ക് മിത്തോളജിയിലോട്ട് പോവാം. ഗ്രീക്ക് മിത്തോളജിയിൽ പറയുന്നത് അനുനാക്കി എന്ന് പറഞ്ഞ കുറച്ച് ദൈവങ്ങള് ഭൂമിയിലെ ഡോമിനൻസ്
കീപ്പ് ചെയ്യാൻ വേണ്ടി ഇപ്പം ഞാൻ പറയാം, അമേരിക്ക ഇപ്പം ചെയ്യുന്നത് എന്താ, സൗത്ത് ഏഷ്യയിൽ നമ്മുടെ ഇന്ത്യയുടെയൊക്കെ ഭാഗത്തെ ഡോമിനൻസും കാര്യങ്ങളും എല്ലാം മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി എന്തോ ചെയ്യുന്നത്, അവർ ആർമിയെ വിടുവോ അവർ എയ്ഡ് ചെയ്യുവോ ഒന്നുമല്ല. ബാക്കിയുള്ള രാജ്യങ്ങൾ കോൺസ്റ്റൻ്റായിട്ട് വാറിൽ ഏർപ്പെടുന്നത് അവർ എൻഷുർ ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്നാൽ മാത്രമേ ഇവർക്ക് ഗ്ലോബൽ ഡോമിനൻസ് ഉള്ളൂ. കാരണം ഇവരെ ചലഞ്ച് ചെയ്യാൻ ഒരാൾ വന്നു കഴിഞ്ഞാൽ അവരൊരു പ്രോക്സി വാർ ഉണ്ടാക്കി അവരെ ഒരു യുദ്ധത്തിലോട്ട് ഇടുക. കാരണം ഇപ്പോൾ റഷ്യ യുക്രൈനിലെ വാറായതും ഇന്ത്യ പാകിസ്ഥാനും തമ്മിൽ കഴിഞ്ഞ വർഷം മറ്റേ ഗൽവാൻ വാലിയിൽ ഒരു പ്രശ്നം നടന്നു. അപ്പോൾ അമേരിക്ക ചെയ്തത് പാകിസ്ഥാനും മിസൈൽ ഓഫർ ചെയ്തു, എന്നിട്ട് അപ്പുറത്തെ സൈഡിൽ ഇന്ത്യക്ക് മിസൈൽ ഡിഫൻസ് ഓഫർ ചെയ്തു. ഇതാണ് പിള്ളേർ കളിക്കട്ടെ, നമുക്ക് കാണാം. ഇതുപോലെ ആയിരുന്നു ഗ്രീക്ക് മിത്തോളജിയിൽ ഞാൻ നേരത്തെ പറഞ്ഞ റായുടെയും അറ്റ്ലാന്റിയൻസിൻ്റെ കഥയിൽ അനുനാക്കിയുടെ എൻട്രി. അനുനാക്കിയുടെ എൻട്രി എന്ന് പറഞ്ഞാൽ അനുനാക്കി ആ കഥയിൽ അറ്റ്ലാന്റിയൻസിനും വെപ്പൺസ് കൊടുക്കുന്നുണ്ട്. അറ്റ്ലാന്റിയൻസ് കയറി അടിക്കാൻ നേരത്ത് ഈ സൺ ഗോഡിലെ റായ്ക്കും വെപ്പൺസ് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ വിചാരിക്കും ഇത് വെറും കഥയല്ലേ, അതല്ലേ ഇതല്ലേ എന്നൊക്കെ വിചാരിക്കും. പക്ഷേ ദിസ് ഈസ് ഹാപ്പനിങ് കോണ്ടിനെൻറ്റ്സ് എപ്പാർട്ട്. ഇനി ഇന്ത്യൻ മിത്തോളജിയിൽ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ രാവണൻ്റെ കഥ എടുത്താൽ രാവണന് പുഷ്പകാസ്ത്രമോ അങ്ങനെ എന്തോ പറഞ്ഞൊരു അസ്ത്രം ശിവൻ വരവായിട്ട് കൊടുക്കും. പാശുപാസ്ത്രമാണെന്ന ഈ അസ്ത്രം ഇറ്റ്സ് എ ഡെഡ്ലി വെപ്പൺ. രാവണനും രാവണന്റെ മകനും കൊടുക്കുന്നുണ്ട്. ഈ ഇവര് തപസ് ചെയ്ത് ശിവൻ വന്ന് ശിവൻ അനുഗ്രഹമായിട്ട് കൊടുക്കുന്നതാണ് ഈ ഡെഡ്ലി വെപ്പൺ. എന്നിട്ട് ഈ ഡെഡ്ലി വെപ്പൺ വെച്ചാണ് നമ്മുടെ രാവണൻ കഥയിൽ നോർത്തിലോട്ട് വന്ന് അറ്റാക്ക് ചെയ്യുന്നത്. ഈ അറ്റാക്ക് ചെയ്യുന്ന സ്ഥലത്തെ സൺഗോഡിന് ബ്രഹ്മാസ്ത്രം കൊടുക്കുന്നതും ഇതേ ശിവന്. മനസ്സിലായോ? ട്രൈങ് ടു കണക്ട് അമേരിക്ക വിത്ത് അനുനാക്കീസ്. റിസംബ്ലൻസ് ഉണ്ട്. സോ ഗ്രീക്ക് മിത്തോളജിയിൽ പറയുന്ന അനുനാക്കിക്ക് ഗ്ലോബൽ ഡോമിനൻസിന് വേണ്ടി അവരുടെ തൊട്ട് താഴെ നിൽക്കുന്ന വലിയ ഡോമിനൻ്റ് ആളുകളെ കൊണ്ട് ഫൈറ്റ് ചെയ്യിപ്പിക്കുക. അങ്ങനെ ഫൈറ്റ് ചെയ്യിപ്പിച്ച ഒരു കഥയാണ് രാമായണം. അത് തന്നെയാണ് ഗ്രീക്ക് മിത്തോളജിയിലെ. ഈ കഥയിലാണ് അദീന എന്നൊക്കെ പറഞ്ഞ ക്യാരക്ടേഴ്സിനെ നമ്മൾ റോഡിൽ കൂടെ ഒക്കെ പോകുമ്പോൾ ബസ് കാണും അദീന എന്നൊക്കെ പറഞ്ഞാൽ ഈ അദീന വരുന്നത് ഈ കഥയെന്നാണ്. നമുക്ക് ഹിസ്റ്ററി ഒന്നും നമ്മളാരും നോക്കത്തില്ല. അപ്പം ഈ അനുനാക്കീസ് ആണ് നമ്മളുടെ റെപ്റ്റിലിയൻ ഗോഡ്സ് എന്നാണ് കുറച്ച് നമ്മൾ പല മതങ്ങൾ റെഫറൻസ് ചെയ്താൽ പഠിക്കാൻ പറ്റുന്നത്. ഇതുപോലെ തന്നെ ഈ 7 ഹെഡഡ് സർപ്പൻസിനെ ക്രിസ്ത്യാനിറ്റിയിൽ വില്ലനായിട്ടാണ് കാണുന്നത്. ഹിന്ദുയിസത്തിൽ നമുക്ക് ദൈവമാണ്. 7 ഹെഡഡ് സർപ്പൻസ് നമുക്ക് ദൈവമാണ്, വിഷ്ണുവാണ്, അനന്തനാണ്. പക്ഷേ ഇതേ 7 ഹെഡഡ് സർപ്പൻസ് വെസ്റ്റേൺ കഥയിൽ ഹെർക്കുലീസ് എന്നൊക്കെ പറയുന്ന അവരുടെ ദൈവങ്ങളുണ്ട്. ഹെർക്കുലീസ് ഒക്കെ ഫൈറ്റ് ചെയ്ത് വെസ്റ്റേൺ ഹെമിസ്ഫിയറിൽ നിന്ന് വെളിയിലാക്കുന്ന ആളാണ് ഈ 7 ഹെഡഡ് ദൈവം. അതെ, സ്റ്റിൽ വെസ്റ്റേൺ ഹെമിസ്ഫിയറും ഈസ്റ്റേൺ ഹെമിസ്ഫിയറും സെപ്പറേറ്റഡ് ആണ് ഓൺ ബേസ് ഓഫ് റിലീജിയൻ. പക്ഷേ ഇതിന് വലിയൊരിതുണ്ട്. ഈ മിത്തോളജിയിൽ ഈ സെർപ്പൻറ്റൈൻ ആളുകൾക്ക് ഏറ്റവും വലിയ എതിരാളികളായിരുന്നു ഈ ഗരുഡന്മാർ. നിങ്ങൾ കഥയിൽ കേട്ടിട്ടുണ്ടാവും, ഈ രാവണൻ വന്ന് സീതയെ അടിച്ചുകൊണ്ട് പോകുമ്പോഴും ജഡായുവാണ് വരുന്നത്. ജഡായു വന്ന് രാവണനെ അറ്റാക്ക് ചെയ്യാൻ നോക്കുന്നു. ഇതൊരു ചെറിയ റെഫറൻസ് ആണ്. പല മിത്തോളജിയിലും ഹിന്ദു മിത്തോളജിയിൽ തന്നെ ഒത്തിരി ഗരുഡൻ വേഴ്സസ് പാമ്പ് യുദ്ധങ്ങളുണ്ട്. ഇനി ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ജസ്റ്റ് എ തോട്ട്. ഡു യു നോ വാട്ട്സ് ദ നാഷണൽ symbol of China, Nepal, Bhutan, Indonesia, everything? It's a dragon. It's a reptilian being. And do you know what's the national emblem of America? It's an eagle. It's a Garuda. Yeah, still ഇന്നും വെസ്റ്റേൺ ഹെമിസ്ഫിയർ ഗരുഡന്മാരുടെയും ഈസ്റ്റേൺ ഹെമിസ്ഫിയർ റെപ്റ്റിലിയൻസിൻ്റെയാണ്. നമ്മൾ ഹിന്ദുക്കൾ ഉൾപ്പെടെ നമ്മുടെ കാവിലും നമ്മുടെ ദൈവങ്ങളും ഇപ്പം നിങ്ങൾ ചുമ്മാ ലോർഡ് വിഷ്ണു എന്ന് സെർച്ച് ചെയ്ത് നോക്കെ ഒരു 7 തലയുള്ള ഒരു പാമ്പിനകത്തൊരു നീലപ്പയ്യനാണ് വന്ന് നിൽക്കുന്നത്. ഇതുപോലെ നമുക്ക് കാണാം. യു ബിലീവ് ഓർ യു തിങ്ക് ഫാർ സുപ്പീരിയർ അല്ലെങ്കിൽ ഫാർ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ബീയിങ്സ് ഇവിടെ ഉണ്ടായിരുന്നതാണ്? ഓ ഡെഫിനറ്റ്ലി. എന്നിട്ട് ഫാർ സുപ്പീരിയർ ആൻഡ് ഫാർ അഡ്വാൻസ്ഡ് ഹ്യൂമനോയിഡ്സ് വെയർ ഹിയർ. ആൻഡ്
ദേ ആർ മോസ്റ്റ് പ്രോബ്ലി സ്റ്റിൽ ഹിയർ. പക്ഷേ ഇത് പറയുമ്പോൾ എനിക്ക് വേറൊരു കാര്യം പറയാനുണ്ട്. നമ്മളിപ്പോൾ വിശ്വസിക്കുന്ന പോലെ നമ്മുടെ ഭൂമി ഈ ഒരു ഹോൾ പോഡ്കാസ്റ്റ് ഇസ് തിങ്കിങ് ഔട്ട് ഓഫ് ദി ബോക്സ്. അതെ, നിങ്ങൾ ഞാൻ പറയുന്നതോ ഇവർ പറയുന്നതോ ഒന്നും ശരിയായിട്ടോ തെറ്റായിട്ടോ കാണണ്ട. ഇഫ് യു ഫീൽ ഇൻട്രസ്റ്റഡ് യു ഡു യുവർ ഓൺ റിസർച്ച്. കാരണം ചോദിക്കണം. ഞാനൊരു ഹിന്ദുവാണ്, ഞാൻ ഇത്ര നാൾ അമ്പലത്തിൽ പോയ ഒരാളാണ്. ഞാൻ പോയ ദൈവം ആരാണെന്ന് എനിക്ക് ചോദിക്കാനായി 25 വയസ്സ് കഴിഞ്ഞിട്ടായിരുന്നു ചോദിച്ചത്. കാരണം ഈ അമ്പലത്തിൽ പോകുമ്പോൾ ഒരു ഇതിനകത്ത് ഒരു 5-7 തലയുള്ള ഒരു മനുഷ്യൻ ആരാണ്? വൈ ഡു വി ഹാവ് ടു ഗോ ആൻഡ് വർഷിപ്പ് ഹിം എന്ന് ചോദിക്കേണ്ട ഒരു ചോദ്യം ചോദിക്കണ്ടേ? അതുപോലെ തന്നെ ക്രിസ്ത്യാനിറ്റിയിൽ ഒരു കഥയുണ്ട്. ആഡം ആൻഡ് ഈവ് സ്റ്റോറി കേട്ടിട്ടുണ്ടോ? ആഡം ആൻഡ് ഈവ് സ്റ്റോറിയിൽ അബ്രഹാം എന്ന് പറയുന്നതാണ് ക്രിസ്ത്യാനിറ്റിയുടെ ഗോഡ്. അബ്രഹാം എന്ന് പറയുന്ന ആളുടെ തോട്ടത്തിലാണ് ആഡവും ഈവും മനുഷ്യരായിട്ടുള്ളത്. എന്നിട്ട് ഇവർ മനുഷ്യരായിട്ട് അടിമകളായിട്ട് ഈ ഗാർഡൻ ഓഫ് ഈഡൻ, ഈദൻ തോട്ടം എന്ന് പറയും. ഏതൻ തോട്ടത്തിൽ ഇവരിങ്ങനെ ജീവിച്ചുകൊണ്ടിരുന്ന് കുറേ നാൾ ലക്ഷക്കണക്കിന് വർഷങ്ങൾ ജീവിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞ ശേഷം ഇവരുടെ കഥ പോകുന്നതെന്ന് വെച്ചാൽ തക്ഷകൻ വരിക. ഹീബ്രു ബൈബിളിൽ പാമ്പാതൊന്നും പറയുന്നില്ല. ദേ ആർ ഡിസ്ക്രൈബിങ് ദ വൺ ഹു കെയിം ആസ് എ ഗായ് ഹാവിങ് ഹ്യൂമൻ ബോഡി ആൻഡ് ഹാവിങ് എ റെപ്റ്റിലിയൻ ഹെഡ്. എല്ലായിടത്തും പുള്ളി വന്നിട്ട് ഈ ആദമിനും ഈവിനും റെഡ് പില്ലിയാണ്. പുള്ളി ഒരു റെഡ് സാധനം കൊടുക്കുകയാണ്, ആൻ എഡിബിൾ തിങ്. മഷ്റൂം ആണോ ആപ്പിൾ ആണോ എന്തുവാണോ നമുക്ക് അറിഞ്ഞുകൂടാ, പല തിയറീസ് ഉണ്ട്. ഇത് കൊടുത്തു കഴിഞ്ഞിട്ട് ബൈബിളിൽ തന്നെ പറയുന്നത് ദിസ് ഈസ് ദ ഫ്രൂട്ട് ഓഫ് നോളജ് ആൻഡ് ഡിസ്പെയർ എന്ന് പറഞ്ഞാൽ ഈ പഴം നിങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അമിതമായ അറിവുകളും ചുറ്റുമുള്ള കോൺഷ്യസ്നെസ്സും ഉണ്ടാവും. അതുപോലെ തന്നെ അതിൻ്റെ കോൺസിക്വൻസും അതിൻ്റെ പ്രശ്നങ്ങളും നിങ്ങൾക്കുണ്ടാവും. റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്യേണ്ടി വരും എന്നാണ് അത് പറയുന്നത്. അതാണ് അതിൻ്റെ കോൺസിക്വൻസ്. അങ്ങനെ ആഡമിനും ഈവിനും ഈ റെപ്പിൽ ചെയ്ത് ഇവർ തോട്ടത്തിൽ നിന്ന് ഇറങ്ങുക. ഇതാണ് ഫസ്റ്റ് ആഡമിനും ഈവിനും ഈ പഴം കഴിച്ച് ആദ്യമായിട്ട് അവർ റിയലൈസ് ചെയ്യുന്നത്. ദിസ് ഈസ് ഇൻ ദ ബൈബിൾ. യു ചെക്ക് യുവർ ബൈബിൾ ബിഫോർ കമന്റിങ്. എൻ്റെ അച്ഛനും അമ്മയ്ക്ക് വിളിക്കുന്നതിന് മുന്നേ ഇതൊന്നും പറഞ്ഞോട്ടെ. ഈ റെഡ് പില്ല്, ഈ പഴം കഴിച്ച് ആദ്യമായിട്ട് ആഡവും ഈവും റിയലൈസ് ചെയ്യുന്നത് എന്തും അറിയാമോ? സം പീപ്പിൾ മൈറ്റ് ബി ഏബിൾ ടു റിയലൈറ്റ്. ഇവരാദ്യം റെക്കഗ്നൈസ് ചെയ്യുന്നത് ഫക്ക് ഐ എം നേക്കഡ്, ഐ നീഡ് ടു കവർ അപ്പ്. അവർ ഫസ്റ്റ് അവരുടെ ബോഡിയാണ് അവർ കവറപ്പ് ചെയ്യുന്നത്. അവരത്രയും നാൾ തുണിയില്ലാതെ നടന്ന ആളുകളാണ്. ദേ ഫെൽറ്റ് ഷെയിം. ഷെയിം എന്ന് പറയുന്ന ഒരു വികാരം അവരാദ്യമായിട്ട് അനുഭവിച്ചു. അവർ നഗ്നത അനുഭവിച്ചു. അവരാദ്യം പോയി കവർ ചെയ്യുന്നതാണ് ബൈബിളിലുള്ളത്. ഇതാണ് കഥ. എബ്രഹാം ഇവരെ അടിമയായിട്ട് വെക്കുന്നു. ഒരു റെപ്റ്റിലിയൻ ബീയിങ് വന്ന് ഇവർക്ക് ഇതുമൊക്കെ കൊടുക്കുന്നു, സ്വർഗ്ഗതുല്യമായ ഒരു ഇല്യൂഷനിൽ നിന്ന് റിയാലിറ്റിയിലോട്ട് കൊണ്ടുവരുന്നു. ഇനി ഞാൻ ചെറിയൊരു കഥയും കൂടെ ഉണ്ട്, ട്വിസ്റ്റ് ഉണ്ട് ഗൈസ്. ഹിന്ദു മിത്തോളജിയിൽ ആദ്യത്തെ മനുഷ്യനെ ദൈവം ഉണ്ടാക്കിയാരെന്നറിയാമോ? ബ്രഹ്മാവാണ് ഉണ്ടാക്കുന്നത്. ബ്രഹ്മാവ് ഉണ്ടാക്കുന്നത് ആദ്യത്തെ മനുഷ്യനെ ഉണ്ടാക്കി നമ്മുടെ ജംബുദ്വീപയിലോട്ടാണ് വിടുന്നത്. ജംബുദ്വീപയിൽ വിടുന്ന മനുഷ്യന്റെ പേര് അഡീമ ആൻഡ് ഹീവ. ദിസ് ഈസ് ഇൻ യുവർ ലിറ്ററേച്ചർ, ഗോ ഡു യുവർ റിസർച്ച്. അവിടെ ആഡമും ഈവുമാണ്. ഹിന്ദു മിത്തോളജിയിൽ അഡീമ ആൻഡ് ഹീവ. ഡു യു നോ വാട്ട് ദ വേർഡ് അഡീമ റിലേറ്റ്സ് ഇൻ സാൻസ്ക്രിറ്റ് നൗ? അടിമ ലിറ്ററലി മീൻസ് സ്ലേവ്. അങ്ങനെ ഈ അടിമയെ ഇൻ ദ സ്ലേവ് ആയിട്ട് വെച്ചോ. ഹീവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ദ ഫീമെയിൽ വേർഷൻ ഓഫ് അടിമ. അവിടെ ഈവ്, ഇവിടെ ഹീവ. എന്നിട്ട് ഇവരെ ഇങ്ങനെ വെച്ചോണ്ടിരുന്ന് കുറേ വർഷം കഴിഞ്ഞതിന് ശേഷം കുറേ ദേവന്മാർ ശിവന്റെ അടുത്ത് പോവുക. എന്നിട്ട് ഇത് കഥ പുരാണമാണ്. ശിവന്റെ അടുത്ത് പോയിട്ട് പറയാം, ശിവ ദൈവമേ, ഇതുപോലെ മനുഷ്യർ അടിമയും ഹീവയും അവരുടെ മക്കളും ഭയങ്കര കഷ്ടപ്പാടാണ് അനുഭവിക്കുന്നത്. ഈ ബ്രഹ്മാവ് വൻ ഊമ്പിത്തരവാണ് കാണിക്കുന്നത്. ഇവരെ കൊല്ലുന്നു, ഇവരെ അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു, അടിമകളാക്കുന്നു, ഇവരെ വെളിവിടുന്നില്ല, ഇതാന്നൊക്കെ പറയുന്നു. എന്നിട്ട് ഹിന്ദു പുരാണത്തിൽ ശിവൻ ഇത് ചോദിക്കാൻ വരുക ബ്രഹ്മാവിൻ്റെ അടുത്ത്. എന്നിട്ട് ഫസ്റ്റ് ക്ലാഷ് ബ്രഹ്മാവും ശിവനും തമ്മിൽ നടക്കുക. ബ്രഹ്മാവും ശിവനും തമ്മിൽ ഒരു യുദ്ധം ഉണ്ടായി കഴിഞ്ഞതിന് ശേഷം ബ്രഹ്മാവിന്
അഞ്ചാമതൊരു തല ഉണ്ടെന്നാണ് പുരാണം. പക്ഷേ ശിവൻ ഒരു തല വെട്ടിക്കളഞ്ഞ് അവസാനം അടിമയെയും ഹിവയെയും യോഗ പഠിപ്പിച്ച് സ്പിരിച്വലി അവേക്കൺ ചെയ്ത് അവരെ ആ ലോകത്തിൽ നിന്നും എലവേറ്റ് ചെയ്തു എന്നാണ് കഥ. മറ്റെവിടെ ക്രിസ്ത്യാനിറ്റിയിൽ ഒരു പഴം കൊടുത്തു, റെപ്റ്റിലിയൻ വന്ന് പഴം കൊടുത്തു, ഇവരെ രക്ഷിച്ചു. ഇവിടെ ശിവൻ വന്ന് ഇവരെ സ്പിരിച്വാലിറ്റി, യോഗ, അഗ്രികൾച്ചർ അങ്ങനെയുള്ള കുറേ അറിവുകൾ നൽകി മനുഷ്യരെ മാറ്റി. എൻ്റെ ഒരു കോൺഷ്യസ്റ്റിലുള്ള ഒന്ന് ചോദ്യം, വാട്ട് ഓഫ് ശിവ, ബ്രഹ്മ ഇവരെല്ലാം ഒരു സുപ്പീരിയർ ആയിട്ടുള്ള ഒരു ഏലിയൻ സ്പീഷീസ് ആയിരിക്കാം? ഇതിന് വേറൊരു ഇൻട്രിഗിങ് എവിഡൻസ് ഉണ്ട്. ഡു യു നോ എബ്രഹാം റൈംസ് പെർഫെക്റ്റ്ലി വിത്ത് ബ്രഹ്മ? ഇതിന് കുറച്ചുകൂടെ ഫർദർ എവിഡൻസ് ഉണ്ട് ഗൈസ്, വെയിറ്റ്. ഡു യു നോ ഹു ഇസ് ദ വൈഫ് ഓഫ് അബ്രഹാം? ഇറ്റ്സ് സേറ. ഡു യു നോ ഹു ഇസ് ദ വൈഫ് ഓഫ് ബ്രഹ്മ? സരസ്വതി. സാരസ്വതി. We are dealing with the same guys. ലാംഗ്വേജിന്റെ പേരിലുള്ള Yeah, language. ശരിക്കൊരു ഫോളോ അപ്പ് ക്വസ്റ്റ്യൻ ചോദിക്കാം. മൂഞ്ചിക്കല്ലേ പറഞ്ഞു. അതായത് ഈ ഹെമിസ്ഫിയർ കടന്നു പോയപ്പോഴത്തേക്കും ഇവര് രണ്ടുപേരും ഓപ്പോസിറ്റ് ഇതായതൊക്കെ, അതായത് സൗത്തില് ഇവര് ഗുഡ് ഗൈസ് ആണ്. അതാണ് നമ്മൾ ഡീൽ ചെയ്യുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളിലൊന്ന്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ലോജിക്കലായിട്ടൊരു കൺക്ലൂഷൻ പറയുവാണെങ്കിൽ I would have to conclude that I don't know if I'm right, I don't know if I'm wrong. വലിയൊരു കോൺട്രവേഴ്സിയാണ്. യു ഡോണ്ട് ഹാവ് ടു ബിലീവ് എനി ഓഫ് ദിസ്. I would have to say the whole of Christianity is being manipulated. Yeah, because ഹിന്ദു മിത്തോളജിയിലും ക്രിസ്ത്യൻ മിത്തോളജിയിലും ഓൾഡ് ടെസ്റ്റ്മെൻറ്റിലും സൂര്യസിദ്ധാന്തയിലും എല്ലാം പറയുന്നതാണ് എബ്രഹാമും ബ്രഹ്മയും he used to kill humans in lot of intervals. ബൈബിളിൽ പറയുന്നത് എന്താ, മനുഷ്യരുടെ ടവർ ഓഫ് ബാബിളോ ഏതോ ഒരു ടവർ പണിഞ്ഞു വന്ന് ഹ്യൂമൻസിൻ്റെ അഡ്വാൻസ്മെൻറ്റ് കൂടി വന്നപ്പോൾ ബ്രഹ്മ കിൽഡ് ഹാഫ് ഓഫ് ദി പോപ്പുലേഷൻ. എബ്രഹാം കിൽഡ് ഹാഫ് ഓഫ് ദി പോപ്പുലേഷൻ. ഇതേ സ്റ്റോറി തന്നെ ബ്രഹ്മാവിൻ്റെ അടുത്തും ഉണ്ട്. മനുഷ്യരുടെ കലവില കൂടി ബ്രഹ്മാവിന് ഉറങ്ങാൻ പറ്റാതിരുന്നപ്പോൾ ബ്രഹ്മാവ് പകുതി മനുഷ്യരെയും കൊന്നു കളഞ്ഞു, വോയിസ് കുറയ്ക്കാനായിട്ടെന്ന്. ആൻഡ് വേറൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഹിന്ദു മിത്തോളജിയിൽ ബ്രഹ്മാവ് ഈസ് കൺസിഡേർഡ് ദ ക്രിയേറ്റർ ഓഫ് ദ യൂണിവേഴ്സ്, ബട്ട് വി നെവർ ഗോ ടു ടെമ്പിൾ ആൻഡ് പ്രേ ടു ബ്രഹ്മ. ബ്രഹ്മാവിന് അമ്പലമില്ല. Brahma is Brahma is the creator of the universe, but he is never worshipped. But we worship Shiva. We worship Shiva, who gave us agriculture, who gave us spirituality, and who gave us yogi. That is why Shiva is called Adi Yogi. He is the first yogic guy. See, എൻ്റെ ഡൗട്ട് എന്താ, നമ്മളിപ്പോൾ ബ്രഹ്മ അല്ലെ അബ്രഹാമിന്റെ ഒക്കെ കണക്ക് ഒരു ഹയർ സ്പീഷീസിന്റെ ഒരു എക്സ്പെരിമെന്റൽ ബീയിങ്സ് ആയിരിക്കാം. അവരിവിടെ കൊണ്ട് താമസിച്ചപ്പം ഇവിടുത്തെ ലോക്കൽ സ്പീഷീസ് ആയിട്ടുള്ള അനുനാക്കീസ് അല്ലെ ശിവ, they might have enlightened us. അങ്ങനെ ഒരു തിയറിനെ കുറിച്ച് എന്തുവാ? ഞാൻ നേരത്തെ പറഞ്ഞ ഗ്രീക്ക് മിത്തോളജി ഇല്ലേ, അതിനകത്ത് അനുനാക്കിയുടെ റെഫറൻസ് ഉണ്ട്. ഇനിയും നമ്മൾ എവിടെയായിരുന്നു, ആ ബുക്കിൻ്റെ പേരും കൂടെ പറയാം, അങ്ങനെ ആണെങ്കിൽ എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റും. ദ എപ്പിക് ഓഫ് ഗിൽഗമേഷ് എന്ന് പറയുന്ന ബുക്കിലാണ് ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യമുള്ളത്. ദിസ് വാസ് ഫൗണ്ട് ഇൻ എ ഫോറസ്റ്റ് നിയർ അറേബ്യ ഡെസേർട്ടിൻ്റെ അടുത്തെന്തോ ആണ്. ഇതിനകത്ത് പറയുന്നത് അനുനാക്കീസ് എന്ന് പറയുന്ന ആളുകൾ ദൂരെ നിന്ന് പറന്നു വരുന്ന ആളുകളാണ്. ആൻഡ് ദേ കെയിം ഇൻ സെർച്ച് ഓഫ് എ യെല്ലോ സ്റ്റോൺ. ഇറ്റ് ക്യാൻ ബി ഗോൾഡ്. അതൊക്കെ നമ്മുടെ ഇൻഫ്ലുവൻസ് ആണ്. ഇവർ വന്ന എന്തിനാന്ന് വെച്ചാൽ ഇവരുടെ പ്ലാനറ്റിലെ അറ്റ്മോസ്ഫിയർ നശിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ദ ഓൺലി വേ ടു സ്റ്റേബിലൈസ് ദർ അറ്റ്മോസ്ഫിയർ ഈസ് സ്പ്രേയിങ് ഗോൾഡ് പാർട്ടിക്കിൾസ് ഇൻ ടു ദ അറ്റ്മോസ്ഫിയർ. സോ മോസ്റ്റ് ഓഫ് ദി ഇത്രയും പറയാം, അവർ ഗോൾഡ് അറ്റ്മോസ്ഫിയറിലേക്ക് സ്പ്രേ ചെയ്ത് അവരുടെ പ്ലാനറ്റ് രക്ഷിക്കാൻ വേണ്ടി എർത്തിലേക്ക് ഗോൾഡ് മൈൻ ചെയ്യാൻ വന്നെന്നാണ് നമ്മളുടെ കഥ എപ്പിക് ഓഫ് ഗിൽഗമേഷിൽ. അപ്പോൾ നമ്മൾ വിചാരിക്കും, വൈ വുഡ് വി സ്പ്രേ ഗോൾഡ് ഇൻ ടു ദ അറ്റ്മോസ്ഫിയർ? ബിക്കോസ് NASA is doing it right now to block alpha, beta, gamma rays. നമ്മൾ ഇപ്പോൾ നമ്മുടെ അറ്റ്മോസ്ഫിയറിലേക്ക് ഗോൾഡും വേറെ ഏതോ മെറ്റലും സ്പ്രേ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ടുഡേ.
കെംട്രെയിൽ എന്ന് പറയുന്ന നിങ്ങൾ ഇവിടെ കണ്ടു കാണത്തില്ല, ഞാൻ നോർത്ത് അമേരിക്കയിൽ കണ്ടിട്ടുണ്ട്. ഒരു 10 പ്ലെയിൻ ഇങ്ങനെ പറന്ന് കഴിഞ്ഞ് ഒരു അരമണിക്കൂർ കഴിഞ്ഞാൽ ദേ ഫോം എ ക്ലൗഡ്. നമുക്ക് സൺലൈറ്റ് കിട്ടത്തില്ല. അവിടുത്തെ ഗവൺമെൻറ് പറയുന്നത് അവിടുത്തെ ക്ലൈമറ്റ് കൺട്രോൾ ചെയ്യാൻ വേണ്ടി ചെയ്യുന്നതാണെന്നാണ്. പക്ഷേ ഇതിന് വലിയ പരസ്യമോ പ്രാധാന്യമോ ഒന്നും കൊടുക്കത്തില്ല. ബിക്കോസ് ദേ ആർ മാനിപ്പുലേറ്റിംഗ് വെദർ ആൻഡ് ഇറ്റ്സ് നോട്ട് എ വെരി ഗുഡ് അഡ്വർടൈസബിൾ തിങ്, റൈറ്റ്? ഓക്കെ. അപ്പം ഇപ്പം നമ്മൾ ഗോൾഡ് സ്പ്രേ ചെയ്യുന്ന പോലെ ഈ എപ്പിക് ഓഫ് ഗിൽഗമേഷ് ഈസ് എസ്റ്റിമേറ്റഡ് ടു ബി റിട്ടേൺ 20,000 years ago. അവർ അന്ന് തൊട്ടേ പറയുന്നുണ്ട് ഒരു യെല്ലോ മെറ്റൽ ആകാശത്തോട്ട് വിട്ട് സൂര്യൻ്റെ ആഘാതം കുറയ്ക്കാൻ പോവാന്ന്. യാ, അപ്പം നമ്മൾ ആലോചിക്കണം ഇത് സത്യമാണോ അല്ലയോ എങ്കിൽ പോലും ഹൗ വുഡ് എ ഗായ് റൈറ്റിംഗ് എ സ്ക്രിപ്ചർ 20,000 years ago know about a yellow metal going up in the sky and blocking sun, even if it's a made up story? Which became a reality now. Yeah, which is a reality now. How did that guy, എല്ലാം ഫേക്ക് ആണെന്ന് വെച്ചോ, how did that guy who wrote the story know this? We know nothing. Yeah, we know nothing. അപ്പോൾ അങ്ങനെ വന്ന ആളുകളാണ് അന്നാക്കീസ് ആൻഡ് ദേ ഫൗണ്ടഡ് ദി പ്രിമിറ്റീവ് ഏപ്സ്. കല്ലും മണ്ണും ക്യാരി ചെയ്തുകൊണ്ട് 2 കാലിൽ നടക്കാൻ പറ്റുന്ന ഒരൊറ്റ ജീവിയെ നമ്മുടെ ലോകത്തുള്ളൂ, ഏപ്സ്. Okay. ഹനുമാൻ. യാ, അതിലോട്ടാണ് നമ്മൾ പോകുന്നത്. നമ്മളുടെ DNA-യിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ജങ്ക് DNA നമുക്കുണ്ടെന്ന് പഠിച്ചിട്ടുണ്ട്. ഡു യു നോ വാട്ട് ദാറ്റ് ഈസ്? നമ്മുടെ DNA-യിൽ 22% എന്തോയെ നമുക്ക് അക്സസിബിൾ ഉള്ളൂ. 78% ഓഫ് ഇറ്റ് ഈസ് ക്ലാസിഫൈഡ് അക്കാഡമിക്കലി ആസ് ജങ്ക് DNA. Why? What is that? ജങ്ക് DNA എന്താണെന്ന് നമ്മൾ NCERT പഠിക്കുന്നില്ല. ജങ്ക് DNA എന്താണെന്ന് നമ്മൾ ബയോളജിയിൽ പഠിക്കുന്നില്ല, M.Tech എടുത്താൽ പഠിക്കുന്നില്ല, ഒന്നും പഠിക്കുന്നില്ല. ജങ്ക് DNA എന്താന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ സയൻറ്റിസ്റ്റുകൾ ഇപ്പോൾ പറയുന്നത് നമ്മളുടെ DNA ടാമ്പർ ചെയ്ത്, ഇപ്പോൾ ഇമാജിൻ വി വെർ ഹാവിങ് 100 pages ഓഫ് ബുക്സ്. കൺസിഡർ DNA as ബുക്സ് വിത്ത് 100 pages. Okay. 22 million years ago or 2 million years ago, എനിക്ക് വർഷം ഓർമ്മയില്ല, ഇത് ഞാൻ പഠിച്ചതും വായിച്ചതിൽ നിന്നും പറയുകയാണ്. അവർ ക്രോമസോംസ് ഫ്രം 44 ക്രോമസോംസ് ആണ് എല്ലാ പ്രൈമേറ്റ്സിനും ഉള്ളത് എക്സെപ്റ്റ് ഹ്യൂമൻസ് ഓൺലി ഹാവ് 43 ആൻഡ് 1 chromosome വാസ് ഡെലിബറേറ്റ്ലി കട്ട് ഔട്ട്. അത് ഒരിക്കലും സംഭവിക്കില്ല നാച്ചുറലായിട്ട്. കാരണം ലോകത്തിലെ എല്ലാ പ്രൈമേറ്റ്സിനും ബാക്കിയുള്ള എല്ലാ ആനിമൽസിനും എല്ലാം ഉള്ളത്, മോസ്റ്റ്ലി പ്രൈമേറ്റ്സിന് 44 ക്രോമസോംസ് ആണുള്ളത്. ഇതുണ്ടെങ്കിലേ കറക്റ്റ് കുരങ്ങനാവൂ. പക്ഷേ ഒരു സമയത്ത് ഒരു ക്രോമസോം കട്ട് ചെയ്ത്, ഒരു പാത്വേ കട്ട് ചെയ്ത് 43 ആക്കി, 44 എന്നുള്ളത്. ആൻഡ് ദാറ്റ് ലെഫ്റ്റ് അസ് വിത്ത് ദി, ഞാൻ പറഞ്ഞില്ലേ നേരത്തെ പറഞ്ഞ പോലെ 22% DNA ഉള്ളൂ. ബാക്കി 72 pages ഈസ് അടച്ചു വെച്ചേക്കുക. Me, you don't have access to those 72 pages. ആ പേജസ്, ഈ 22 പേജസിലാണ് നമ്മുടെ മുടിയുടെ കളറ്, മുടി കൊണ്ട് എന്തൊക്കെ ചെയ്യാം, ലങ്സിൻ്റെ പ്രോസസ്സ്, ശ്വാസം എടുക്കാൻ വിടാം, നമ്മുടെ കൈയുടെ ശക്തി, നമ്മുടെ ചെവിയുടെ കേൾവി, ചെവിയുടെ റേഞ്ച്, കണ്ണിൻ്റെ റേഞ്ച്, ഇതിൻ്റെ എല്ലാം കോഡിങ് എഴുതിയേക്കുന്നത് ഈ 22 പേജിലാണ്. ഇത്രയും നമ്മുടെ ബോഡി ഫങ്ഷൻ ചെയ്യുന്നത് ഈ 22 പേജസിലാണ്. ആൻഡ് 72 ഓഫ് ദി അതർ പേജസ് ആർ കട്ട് ഓഫ്. Imagine a guy having those hundreds of pages of DNA. Far more capable. ആണോ? Far more capable. Capable on എന്തിന് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹിസ്റ്ററിയിലും നമ്മുടെ പുരാണങ്ങളിലും ഒരു കഥയല്ല കാര്യങ്ങളായിട്ടുണ്ട്. We were able to communicate telepathically. Yes. ശിവൻ പാർവതിയോട് ടെലിപാത്തിക്കലിയാണ് ഇത് ചെയ്യുന്നത്. നാരദൻ എന്ന് പറയുന്നൊരു പുള്ളിയുണ്ട്. പുള്ളിക്ക് ഇൻസ്റ്റന്റ് ട്രാൻസ്പോർട്ടേഷൻ ആണ്. പുള്ളി ടെലിപോർട്ടറാണ്. പുള്ളി ക്യാൻ ബി ഇൻ ട്രിവാൻഡ്രം, ഷേക്ക് ഹാൻഡ്സ് വിത്ത് സച്ചിൻ ആൻഡ് ദ നെക്സ്റ്റ് സെക്കൻഡ് ബി ഇൻ എറണാകുളം. സോ ഇന്ത മാതിരി കേപ്പബിലിറ്റീസ് നമ്മളുടെ കയ്യിൽ നിന്ന് കട്ട് ഓഫ് ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല, ഈ കേപ്പബിലിറ്റീസ് വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വൈ എന്ന് പറയുന്നതിനെക്കാട്ടി പോകുന്നതിന് മുന്നേ ഒരു കാര്യം പറയാം. ഈ കാഴ്ച, കണ്ണ് കാണുക എന്ന് നമ്മൾ പറയത്തില്ലേ, വി ടേക്ക് ഇറ്റ് ഗ്രാൻഡഡ് എവറി ഡേ. ഇമാജിൻ വാട്ട്സ് ദ പ്രോസസ് ബിഹൈൻഡ് ഇറ്റ്. നമ്മൾ
സൂര്യപ്രകാശം വന്ന് തട്ടുന്ന ഒരു സാധനത്തിൽ നിന്ന് റിഫ്ലക്റ്റ് ചെയ്ത് ഒരു ഗോലിക്കകത്ത് അടിച്ച് കോടിക്കണക്കിന് റേസ് കണ്ണിനകത്ത് അടിച്ചിട്ട് അത് നമ്മുടെ ബ്രെയിനിലോട്ട് പോയി അടിച്ച റേസിൻ്റെ നമ്മൾ പറയത്തില്ല മറ്റേ കുത്തിയ കത്തിയുടെ ആഴവും ഇതും അനുസരിച്ച് അളക്കുന്ന ഒരു സമയം ഉണ്ടായിരുന്നത്. അതുപോലെ അടിച്ച റേസിൻ്റെ സ്പീഡും വേവ് ലെങ്ത്തും ഫ്രീക്വൻസിയും വെച്ച് അതിൻ്റെ കളറും അതിൻ്റെ ഷേപ്പും ഈ ഇരിക്കുന്ന കസേരയൊക്കെ നമുക്ക് ഒരു ഷേപ്പായിട്ട് തോന്നുവാണ്. കമ്പയർഡ് ടു ദാറ്റ് ടെലിപ്പതി ഈസ് വെരി ഈസി. മനസ്സിലായോ? കമ്പയർഡ് ടു ദാറ്റ് ടെലിപ്പതി ഈസ് വെരി ഈസി, പ്രിമിറ്റീവ്. ഡു യു സ്റ്റിൽ ബിലീവ് പീപ്പിൾ ആ ഒരു ടെലിപാത്തിക്കൽ ദർ ആർ സ്റ്റിൽ പീപ്പിൾ ടെലിപാത്തിക്കലി കേപ്പബിൾ. നമ്മുടെ ഇന്ത്യയിലും ജപ്പാനിലും ഞാൻ പറഞ്ഞത് ഇന്ത്യയിലും ചൈനയിലും നേപ്പാളിലും ഭൂട്ടാനിലും ഒക്കെ ദർ ആർ സ്റ്റിൽ പീപ്പിൾ. ഇവരെ നമ്മൾ യോഗികളെന്നും സാധൂസ് എന്നും ഗുരുക്കളെന്നും ഒക്കെ വിളിക്കും. നമ്മൾ അവരെ പോയി കാണണം. നമ്മൾ അവരുടെ അതുകൊണ്ടല്ലയോ ഈ എംടെക്കും ബിടെക്കും IIT ഒക്കെ കഴിഞ്ഞ ആളുകൾ ഇതെല്ലാം വിട്ടിട്ട് പോവുക. ദേ എടേ നമുക്കത് പറയാൻ പറ്റത്തില്ല. 3 ലക്ഷം രൂപ ഒരു മാസം കിട്ടുന്നതിനെക്കാട്ടിയും വാല്യൂ ആണ് ഐ എം ഏബിൾ ടു കമ്മ്യൂണിക്കേറ്റ് ടു മൈ മദർ thousands of years ago just by thought. That is invaluable. Yes, quantum entanglement. ലൈക്ക് നമുക്ക് ക്ലോസ് ആയിട്ടുള്ള ഒരാള് ഇപ്പൊ ഞാൻ ഫീലിംഗ് ലോ എന്റെ ക്ലോസ് ആയിട്ടുള്ള എന്റെ അമ്മയ്ക്ക് ചിലപ്പോൾ ഒരു ഫീൽ അടിക്കും 100%. അത് ഇതിന്റെ ഒരു ഫ്രാഗ്മെന്റ്സ് ആണ്. നമ്മൾ എത്ര വെറുതെ ആയിട്ട് എടുത്താലും നമ്മൾ ഹോസ്റ്റലിലോ നമ്മൾ കാനഡയിലോ നിന്ന് നമ്മുടെ കയ്യോ കാലോ മുറിഞ്ഞാൽ 10 മിനിറ്റിനകം അമ്മയുടെ കോള് വരും. എനിക്കൊരു എക്സ്പീരിയൻസ് എനിക്കുണ്ട്. ഞാൻ എന്റെ വണ്ടിയിൽ നിന്ന് വീണ് കിടന്നപ്പോഴത്തേക്ക് എന്റെ അമ്മ എന്നെ വിളിച്ച്, എടാ നീ ഓക്കെ ആണ്, എനിക്കെന്തോ അത് ഞാനൊന്ന് നമ്മുടെ ജോറോഗന്റെ അതിനകത്ത് കണ്ടായിരുന്നു. ഇൻയാങ്ങിന്റെ പടം കോണ്ട എൻടാങ്കിൾമെന്റില് അതുപോലെ വന്നതും അതും കൊണ്ട് എൻടാങ്കിൾമെന്റ് മറ്റേ ഫോട്ടോ എന്തോ വൈബ്രേഷൻസിന്റെ എനിക്ക് ഏറ്റവും ബാഡ് ആയിട്ട് തോന്നിയത് നമ്മുടെ സ്കൂളിലോ നമ്മുടെ കോളേജിലോ ഒന്നും വി ആർ നോട്ട് ടോട്ട് അബൌട്ട് അവർ പീനിയൽ ഗ്ലാൻഡ്. പീനിയൽ ഗ്ലാൻഡ് എന്താണെന്ന് എത്ര പേർക്ക് അറിയാം? നമ്മുടെ തലയുടെ പുറവിൽ ഒരു ഗ്ലാൻഡ് ഉണ്ട്, പീനിയൽ ഗ്ലാൻഡ് എന്ന പേര്. ആൻഡ് ഇറ്റ് ഈസ് ദ റേഡിയോ ട്രാൻസ്മിറ്റർ ഓഫ് ഹ്യൂമൻ ബോഡി. നമുക്ക് ആ പീനിയൽ ഗ്ലാൻഡ് ഉപയോഗിച്ച് ഇപ്പോൾ നമ്മുടെ കണ്ണിന്, ഞാൻ ഒരു സിമ്പിൾ എക്സാമ്പിൾ പറയാം. ഇപ്പോൾ നമ്മുടെ കണ്ണിനും കാതിനും ഒക്കെ ചെറിയൊരു വർക്കിംഗ് റേഞ്ച് ഉണ്ട്. ചെവിക്ക് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഓഡിബിൾ റേഞ്ച് ഈസ് ഫ്രം 20 to 20,000 ഹേർട്സ് എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? അതുപോലെ നമ്മുടെ കണ്ണിനും വിഷ്വൽ റേഞ്ച് ഉണ്ട്. ചെറിയൊരു സ്പെക്ട്രം അൾട്രാ വയലറ്റ് മുതൽ ഇൻഫ്രാറെഡ് വരെ ഉള്ളതിനകത്ത് വിസിബിൾ സ്പെക്ട്രത്തിലെ ഒരു ചെറിയ ഭാഗമേ നമുക്ക് കാണാൻ പറ്റൂ. ഇത് നമ്മുടെ പീനിയൽ ഗ്ലാൻഡ് വഴി നമുക്ക് മാറ്റാൻ പറ്റും. കാരണം ഈ പീനിയൽ ഗ്ലാൻഡിലോട്ട് പോകുന്ന നമുക്ക് പീനിയൽ ഗ്ലാൻഡിനെ വർക്ക് ചെയ്യിക്കാൻ പറ്റുന്ന കഴിവ് കഴിഞ്ഞ ഒരു 100 അല്ലെങ്കിൽ 1000 ജനറേഷൻസ് ആയിട്ട് കട്ട് ഓഫ് ആയിപ്പോയി. ഇനിയും ഇന്നോ നാളെയോ ഞാനോ നിങ്ങളോ ഇവിടെ ഇരുന്ന് മുക്കിയാലൊന്നും സാധനം ഓണാവത്തില്ല. ബിക്കോസ് ഇറ്റ് ഹാസ് ബീൻ ലൈയിങ് ഡോർമെന്റ് ഫോർ ടെൻസ് ഓഫ് തൗസൻഡ്സ് ഓഫ് ഇയേഴ്സ്. ഞാനിതിലൊരു കാര്യം ആഡ് ചെയ്യാം. അതായത് പീനിയൽ ഗ്ലാൻഡിനെ ബ്ലോക്ക് ചെയ്യുന്ന ഒരു നമ്പർ 1 കാര്യമാണ് ഫ്ലൂറൈഡ്. യെസ്, ഫ്ലൂറൈഡ്. മോസ്റ്റ് ഓഫ് അവർ ടൂത്ത് പേസ്റ്റ്, കോൾഗേറ്റ്, പെപ്സുഡന്റ്, കുപ്സുഡന്റ്, നമ്മുടെ ലെക്സ്, പക്സ്, പുക്സ്, നമ്മൾ കഴിക്കുന്ന മൈദ, നമ്മൾ പൈപ്പിൽ നിന്ന് വരുന്ന വെള്ളം, എവറി ഗവൺമെന്റ് ഈസ് ട്രൈയിങ് ടു ഫ്ലൂറൈഡ് ദെയർ സിറ്റിസൺസ് സോ ദാറ്റ് they don't question anything, they go to work and pay their taxes. എന്നാലും the basic question is why? എടാ, the basic question is why എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ ചോദിച്ച് നിനക്ക് നിർത്താൻ പറ്റത്തില്ല. കാരണം ഞാൻ പറഞ്ഞില്ലേ, നേരത്തെ പറഞ്ഞ പോലെ ഇന്റർ സ്പീഷീസ് വാറും ആ വാറ് കഴിഞ്ഞിട്ടുള്ള ആളുകൾ ഇന്റർബ്രീഡ് ചെയ്ത് ഈ ആര്യൻസും റെപ്റ്റിലിയൻസും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ചൈനക്കാരുടെ കണ്ണൊക്കെ കണ്ട നമ്മുടെ അമേരിക്കക്കാരുടെ കണ്ണുപോലാണോ? നോ, ദേ വെരി ഡിഫറെന്റ് ആൻഡ് ദേ ആർ വെരി റെപ്റ്റിലിയൻ. എവല്യൂഷൻ ഈസ് ബുൾഷിറ്റ്. ആൻഡ് അയാളുടെ പേരെന്തോ ചാൾസ് ഡാർവിൻ. ഫേക്ക്. അയാൾ കള്ളൻ. അയാൾ ഒന്നെങ്കിൽ അന്നത്തെ ഡീപ് സ്റ്റേറ്റിന്റെ അല്ലെങ്കിൽ ഇലുമിനാറ്റിയുടെ ആളാണ്. പുള്ളി അജണ്ട ആയിരുന്നു. എവല്യൂഷനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അതിന് ഒരു സ്ട്രോങ് ബേസിസും ഇല്ല എന്ന് മാത്രമല്ല, ഞാൻ ഒരു കാര്യം പറയാം. ഞാനിത് മനസ്സിലാക്കിയാണ്.
ഫേക്ക് അജണ്ടാസും കള്ളത്തരവും പഠിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ടീച്ച് ദ കിഡ് ബിഫോർ ഹി റീച്ചസ് ദ ഏജ് 10. Teach them young. ടീച്ച് ദം യങ്. റിലീജിയൻ, കൾച്ചർ, പിന്നെ എന്തുവാ പറയുന്നത്, ബയോളജി, എവല്യൂഷൻ. ഇതിൻ്റെ കൂടെ എനിക്കൊരു കാര്യം കൂടെ ആഡ് ചെയ്യാനുണ്ട്, അത് നമ്മൾ വേറെ പോഡ്കാസ്റ്റിൽ പറയും. ദ റൗണ്ട് എർത്ത്. എനിക്ക് ഐ എം എൻ എൻജിനീയർ. ഞാൻ ബിടെക് എടുത്ത ആളാണ്. ഞാൻ കാനഡയിൽ പോയിൽ മാസ്റ്റേഴ്സ് എടുത്ത ആളാണ്. അതുകൂടാതെ ഞാൻ പ്രോജക്റ്റ് മാനേജ്മെൻറ്റിൻ്റെ മാസ്റ്റേഴ്സ് എടുത്ത ആളാണ്. ആൻഡ് ഐ ഡോണ്ട് ഹാവ് എനി റിഗ്രറ്റ് ഇൻ ടെല്ലിങ് ദാറ്റ് ഐ ഡോണ്ട് ബിലീവ് ദ എർത്ത് ഈസ് എ റൗണ്ട് ഗ്ലോബ്. നോ. യാ, വിൽ ഗിവ് ഇറ്റ് ടു ദ നെക്സ്റ്റ് എപ്പിസോഡ് ഓർ പോഡ്കാസ്റ്റ്. അതിനെക്കുറിച്ച് ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. ഫ്ലാറ്റ് എർത്ത് എന്ന് പറയുന്ന ഒരു കോൺസ്പിറസിയിലോട്ട് ഞാൻ പോകുന്നില്ല. പക്ഷേ ഇതൊരു ബ്ലൂ മാർബിൾ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ നാസ ISRO ഒക്കെ അയക്കുന്ന ഫോട്ടോ, ഇറ്റ്സ് നോട്ട് ട്രൂ ഗൈസ്, ഡു യുവർ സെർച്ച്. അതിനുവേണ്ടി ഒരു ടെക്സ്റ്റ് ഉണ്ടല്ലോ, ഒരു അണ്ടർസ്റ്റാൻഡബിൾ അല്ലാത്തൊരു ടെക്സ്റ്റ്. വി ബിലീവ് ഇറ്റ്സ് ഫ്രം ഇന്നർ എർത്ത് എന്നൊക്കെ പറയുന്നത്. നമ്മുടെ എർത്തിൻ്റെ ഷേപ്പ് എന്താണെന്ന് പോലും അറിയാതെ വെറുതെ അതിൻ്റെ മണ്ടയിൽ ഫിയറായിട്ട് ജീവിക്കുന്ന കുറച്ച് ആളുകൾ ആണ് നമ്മൾ മനസ്സിലാക്കണം, ലോകത്ത് ഒരു ജീവികളും ടാക്സ് കൊടുക്കുന്നില്ല, വേറെ ഒരു ജീവികളും വർക്കിന് പോകുന്നില്ല, വേറെ ഒരു ജീവികളും ജോലിക്കോ സ്കൂട്ടറോ പെട്രോളോ അടിക്കാൻ പോകുന്നില്ല. നമ്മളുടെ എവല്യൂഷന് എന്തോ പറ്റിയിട്ടുണ്ട്. നമ്മൾ ഇവിടെ ഇരുന്ന് കുറേ ലൈറ്റും ക്യാമറയും ചിപ്പും ഇതൊക്കെ ആയിട്ട് ഇവിടെ ഇരുന്ന് സംഭവിക്കണം. വൈ ഈസ് നോട്ട് അതർ ആനിമൽസ് ഡൂയിങ് ദ സെയിം? വൈ ഈസ് ഓൺലി ഹ്യൂമൻസ് ഡൂയിങ് ദ സെയിം ഡൂയിങ് ദിസ്? അങ്ങനെ ഐ തിങ്ക് വി ആർ ആൻ എക്സ്പെരിമെന്റ്. 100% we are മോഡിഫൈഡ് അല്ല, ജനറ്റിക്കലി ഡീഗ്രേഡഡ് ആണ്. നമ്മള് ജനറ്റിക്കലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ഹ്യൂമൻ ബീയിങ്ങിൽ നിന്നും അല്ല അഡ്വാൻസ്ഡ് ആയിട്ടൊരു ബീയിങ്ങിൽ നിന്നും ഡൗൺ 100% നമ്മള് ഡീഗ്രേഡഡ് ആണ്. നമ്മുടെ DNA ഈ യോഗ, ഈ ഷാവലിൻ ടെമ്പിളിലെ കാര്യങ്ങള്, ഈ നേപ്പാളിലെയും കാഠ്മണ്ഡുവിലെയും ബുദ്ധിസം കാര്യങ്ങളെല്ലാം ദേ ആർ ട്രൈങ് ടു കണക്ട് us with the rest of the 70% of our DNA. They are trying. ബോധിധർമ്മന്റെ കഥ അതല്ലേ? ഈ ചില ഗുരുക്കന്മാരൊക്കെ പറയുന്നത് നമ്മൾ കഥകളൊക്കെ കേട്ടിട്ടുണ്ട്, ഇവർക്ക് ടെലിപ്പാത്തിക്കലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ചിലവർക്ക് ആക്സിഡൻ്റലി അല്ലെങ്കിൽ ജനറ്റിക്കലി ടാമ്പർമെൻറ്റ് പറ്റി ഈ 20 to 20,000 ഹെർട്സോ ഈ പീനിയൽ ഗ്ലാൻഡ് കുറച്ചും കൂടെ ആക്റ്റീവായിട്ട് വരും. ഇവർക്ക് നമുക്ക് കാണാൻ പറ്റാത്ത ഫ്രീക്വൻസിയിലുള്ള രൂപങ്ങൾ കാണാൻ പറ്റും. ചിലവർക്ക് നമുക്ക് കേൾക്കാൻ പറ്റാത്ത സൗണ്ടുകൾ കേൾക്കാൻ പറ്റും. ദിസ് ഈസ് ഓൾ ഹാപ്പനിങ് ബിക്കോസ് ദെയർ പീനിയൽ ഗ്ലാൻഡ് ഈസ് മോർ ആക്റ്റീവ് ദാൻ അസ് ഗാർബേജ് പീപ്പിൾ. സത്യമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇപ്പം 20 to 20,000 എന്ന് പറയുന്നു. വാട്ട് ഇഫ് 30,000 ഫ്രീക്വൻസിയിൽ ഇവിടെ ഒരു ഷേപ്പ് നിൽക്കുകയാണ് ആൻഡ് വൺ ഗേൾ ഈസ് സീയിങ് ദാറ്റ് ഓ സംബഡി ഈസ് ഹിയർ. ബാക്കി 4 പേര് ഇവർക്ക് വട്ടാന്ന് പറയും, ഇവളെ ജയിലടയ്ക്കും. എനിക്ക് പറഞ്ഞ നമ്മളെ ലക്ഷ്മീനോടൊപ്പം ഒരു ലക്ഷ്മീൻ്റെ വെരി ഫ്രണ്ട്, എൻ്റെ മാമിയ പുള്ളിക്കാരി ഡോക്ടറാ. ഷീസ് എ ഫാന്റാസ്റ്റിക് ആയുർവേദിക് ഡോക്ടർ. ഫാന്റാസ്റ്റിക് ആയുർവേദിക് എന്ന് പറഞ്ഞാൽ പുള്ളി ഫിലോസോഫിക്കലി ചിന്തിച്ച് ഷീ ഓൾവേസ് ട്രൈസ് ടു ക്യൂർ ദ റൂട്ട് പ്രോബ്ലംസ് റാദർ ദാൻ പ്രിവെൻറ്റിങ് ദ ഔട്ട് ബ്രേക്സ്. അതുകൊണ്ട് പുള്ളിക്കാരി എൻ്റെ ഒരു മിക്ക കഥ എൻ്റെ അടുത്ത് പറയും. പുള്ളിക്കാരിക്ക് ഒരു ക്ലയൻറ്റ് വന്ന്, പേരും അങ്ങനത്തെ ഡീറ്റെയിൽസ് ഒന്നും പറയത്തില്ല, പക്ഷേ ക്ലയൻറ്റിൻ്റെ പ്രശ്നം കൺസൾട്ടേഷൻ വന്ന സൈക്കോളജി. ആ ക്ലയൻറ്റ് പറയുന്നത് പുള്ളിക്കാരിയുടെ വീട്ടിൽ പുള്ളിക്കാരി എപ്പോഴും എനർജി പ്രസൻസ് ഫീൽ ചെയ്യും. എപ്പോഴും വീട്ടുകാരുടെ അടുത്ത് പറഞ്ഞിട്ട് മനസ്സിലാകുന്നില്ല, നാട്ടുകാരുടെ അടുത്ത് പറയുന്നതിന് മനസ്സിലാകുന്നില്ല, പക്ഷേ ഷീ നോസ് സംതിങ് ഇൻ ഹർ ഹൗസ് ഇസ് ട്രൈങ് ടു കമ്മ്യൂണിക്കേറ്റ്. അതിന് മോഡേൺ ഡേ ഫിലിമൊക്കെ കൊണ്ട് പ്രേതമായിട്ട് ഡെപ്പിക്ട് ചെയ്തേക്കാം, വേറെ എന്ത് തേങ്ങ വയ്ക്കുമല്ലോ. വേറൊരു കാര്യമുണ്ട്, നമ്മളെ കൊച്ചിലെ തൊട്ട് നമുക്ക് 5ാം ക്ലാസ്സിൽ മഹാത്മാഗാന്ധി ആരാന്ന് പോലും അറിയത്തില്ലെങ്കിൽ പക്ഷെ നമുക്ക് പ്രേതം എന്തോന്ന് അറിയാം. വി ആർ മെയ്ഡ് ടു ഫിയർ ആൻഡ് സ്പീക്ക് അഗെയിൻസ്റ്റ് അതർ വേൾഡ്ലി എനർജീസ് ആൻഡ് പ്രേതംസ്. ഇന്നേ വരെ പ്രേതം കടിച്ച കഥ കേൾക്കാതെ നിങ്ങളെ ആരെങ്കിലും കടിച്ചിട്ടുണ്ടോ? ആരെയും കടിച്ചിട്ടുമില്ല, പ്രേതവും വന്നിട്ടില്ല, പ്രേതം പിടിച്ചിട്ടുമില്ല, ഒന്നുമില്ല. പക്ഷെ നമുക്ക് എല്ലാവർക്കും കൊച്ചിലെ തൊട്ട് ഫിലിം വഴിയായാലും സ്റ്റോറീസ് വഴിയായാലും മാസ് മീഡിയ വഴിയാണെങ്കിലും മാഗസിൻസ് വഴിയാണെങ്കിലും ഇവർ നമ്മളെ പ്രേതം എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഹ്യൂമൻ ബോഡിയിൽ ദേ നോ, ഐ എം നോട്ട് ടോക്കിംഗ് അബൌട്ട് ഹൂ ദേ ആർ, ദേ നോ സം പീപ്പിൾ 1 or 2 in 100 people can perceive other energies. Even if they perceive this, they are not able to question them. They have to fear them
അവരെ അവോയ്ഡ് ചെയ്യണം. അത് പ്രേതമാണ്, അവരെ പോരുത ഹോമം ചെയ്ത് നശിപ്പിക്കണം. അഥവാ പ്രേതത്തിനെ കണ്ടെന്ന് പറഞ്ഞാൽ അവർ ഔട്ട്കാസ്റ്റ് ആവും. So you believe in energy, like they do exist? ഐ ബിലീവ് ഇൻ എനർജി എന്ന് പറഞ്ഞാൽ ഇത്രയും ബുൾഷിറ്റൊക്കെ കണ്ടതിന് ശേഷം ഈവൻ ഇഫ് ഐ ഹാവൻ സീൻ പ്രേതം ഐ കംപ്ലീറ്റ്ലി ബിലീവ് ഇൻ ദം. കാരണം എനിക്ക് പേഴ്സണൽ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു, ഉമ്മാർക്കൊക്കെ അറിയാം. റിയലി ഷെയർ ചെയ്യാമെങ്കിൽ ഷെയർ ചെയ്യാം. പ്രേതം എന്ന് ഞാൻ പറയാം, ബട്ട് എനർജി എനിക്ക് ചേട്ടനുണ്ട്. ഞാനും ചേട്ടനും 2 ഡിഫറെന്റ് ലൊക്കേഷനിൽ സെയിം ഒരു എനർജി എക്സ്പീരിയൻസ് ചെയ്തു, കണ്ടു. സെയിം ടൈം റിയലി സെയിം ഫിഗർ. ലൈക്ക് അത് നമ്മൾ അറിഞ്ഞില്ല, അമ്മ ത്രൂ ആണ് നമ്മൾ അറിയുന്നത്. ഞാൻ എൻ്റെ അമ്മയോട് പറഞ്ഞു, എൻ്റെ ചേട്ടൻ എൻ്റെ അമ്മയോട് പറഞ്ഞു. അപ്പോഴാണ് അമ്മയാണ് ഇത് മനസ്സിലാക്കിയത്. എൻ്റെ അമ്മ നമ്മളോട് പറഞ്ഞില്ല. എൻ്റെ എൻ്റെ ഫാമിലി അത്യാവശ്യം നല്ല സൂപ്പർസ്റ്റിഷ്യസ് ആണ്. എൻ്റെ മുത്തശ്ശൻ എന്ന് പറയുന്നത് അത്യാവശ്യം പേരായിട്ടൊരു പോറ്റി പൂജാരിയൊക്കെയാണ്, മന്ത്രവാദ സ്കീമൊക്കെ ആയിരുന്നു. അപ്പോൾ അങ്ങനെ ഇവിടെ ഇഷ്യൂസ് ഒക്കെ അതൊക്കെ അതൊരു ഡിഫറെൻറ്റ് തിങ്. അപ്പോൾ അങ്ങനെ എക്സിസ്റ്റ് ചെയ്യുന്ന ഫാമിലിയാണ് എൻ്റെ 10th എക്സാം. ഞാൻ എൻ്റെ റൂമിൽ ഇരുന്ന് പഠിക്കുന്നത്. ഞാനിങ്ങനെ എഴുതിക്കൊണ്ടിരുന്നപ്പോഴത്തേക്ക് എൻ്റെ ഡോർ വിടാം, ഞാൻ എൻ്റെ ടേബിൾ ഇവിടെ, എനിക്ക് ഡോറിൽ കൂടെ ഹോള് കാണാം. അപ്പം ഞാൻ എഴുതി പെട്ടെന്ന് കുട്ടിയെ കണ്ടോല്ലേ, ഞാൻ ജസ്റ്റ് ഇങ്ങനെ നോക്കുമ്പോൾ ഒന്നും കണ്ടില്ല. നമുക്ക് ആരെങ്കിലും മൂവ് ചെയ്യുമ്പോൾ നമ്മുടെ കണ്ണ് പോകത്തില്ലേ, അപ്പം ഞാൻ എന്തോ കണ്ടു. പക്ഷെ തിരിച്ച് ഞാൻ ബുക്കിലോട്ട് വന്നപ്പോൾ ഞാൻ അതൊക്കെ പിക്ചറൈസ് ചെയ്യാൻ തുടങ്ങി. ഞാൻ നമ്മളൊരു ഇമേജ് ക്രിയേറ്റ് ചെയ്യും, ഞാൻ അങ്ങനെ എടുത്തുള്ളൂ. ഞാനൊരു ഇമേജ് ക്രിയേറ്റ് ചെയ്തു. ഒരു കുട്ടി, ഒരു 10-14 വയസ്സുള്ള ഒരു പെൺകുട്ടി, ഗോൾഡ് ഹെയർ സംതിങ്, മുഖം ഗ്ലിച്ച്, ഓർമ്മയില്ല. ഞാനത് വിട്ടു, അമ്മയോട് ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു. അപ്പം എനിക്കൊരു വല്ലാത്തൊരു ഫീലാണ്. ഞാൻ വിയർത്ത് സ്വെറ്റൊക്കെ ചെയ്ത് ഓക്കെ ഞാനത് വിട്ട്. കാരണം എനിക്ക് ഒട്ടും വിശ്വസിക്കാത്ത കൂട്ടത്തില്ല ഈ ദൈവം. ആ ടൈമിൽ ദൈവം ഒന്നുമില്ല. കുറച്ച് നാൾ കഴിഞ്ഞും ഫാമിലിയിൽ കുറേ ഇഷ്യൂസ് ഒക്കെ വന്നു. അങ്ങനെ മറ്റേ പ്രശ്നം വയ്ക്കുന്ന പരിപാടിയൊക്കെ ഉണ്ട്. 10-20 പോറ്റിമാരൊക്കെ വന്ന് ഹെവി ബഡ്ജറ്റ് പരിപാടി ഫാമിലിയുടെ. പോറ്റി വന്നിട്ട് ചോദിച്ചു, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായി? ഇപ്പോഴാണ് എൻ്റെ മമ്മി സർപ്രൈസ് പൊട്ടിക്കുന്നത്. എൻ്റെ 2 മക്കൾക്കും ഒരു എക്സ്പീരിയൻസ് ഉണ്ടായി. അപ്പോഴാണ് നിങ്ങൾ പറയുന്നത്. നമ്മൾ അറിയുന്നത്. ഞാൻ എൻ്റെ ചേട്ടൻ കുറച്ച് ചേട്ടനെ നോക്കുന്നു. ഞാൻ ചേട്ടനെ വിളിച്ച് ഇതെല്ലാം കഴിഞ്ഞ് വിളിച്ച് എന്താ കണ്ടേ? പുള്ളി കൊല്ലത്ത് പുള്ളിയുടെ ഹോസ്റ്റലിൽ നിന്ന് കോറിഡോറിൽ കൂടെ ഇമേജ് കണ്ടു. പുള്ളിയുടെ ഫേസിൽ നിൽക്കുന്നത് ഒരു 14 വയസ്സുള്ളൊരു ഹൈറ്റുള്ള ഒരു പെൺകൊച്ച്, ഗോൾഡൻ ഹെയർ, മുഖത്ത് ഗ്ലിച്ച്, പച്ച കളർ. ഔട്ടായി, ലിറ്ററലി നമ്മൾ ഔട്ടായി. കാരണം ഒരേ എക്സ്പീരിയൻസ്. ഇതേ സെയിം എനിക്കും ചേട്ടനും നമ്മുടെ വീട്ടിൽ പല പോയിന്റ്, നേരത്തെ ഇപ്പം പറഞ്ഞില്ലേ സെയിം, പല പോയിന്റിൽ പോകുമ്പോൾ ഒരു എനർജി ഫീൽ എന്ന് വെച്ചാൽ ഒരു ചില പോയിന്റ് നമുക്കൊരു പ്രഷർ പോയിന്റ് ആയിട്ട് തോന്നത്തില്ലേ, നമുക്ക് ജസ്റ്റ് കൺജസ്റ്റഡ് ആയിട്ട് തോന്നും. ലൈക്ക് ഫ്രീ ഏരിയയ്ക്ക് ഇപ്പം എവിടേക്ക് എനിക്കത് എവിടെയൊക്കെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. എൻ്റെ ചേട്ടൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഫാമിലിയിൽ ആർക്കും ഇല്ല, എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. പിന്നെ എൻ്റെ മുത്തശ്ശൻ, പുള്ളി ലൈക്ക് നമ്മുടെ ഫാമിലി എന്ന് വെച്ചാൽ ഓരോരോ ജനറേഷൻ വൈസ് ഷെയർ ചെയ്ത് കൊണ്ടുവരില്ല. പുള്ളിയുടെ ഓരോ ഓല സാൻസ്ക്രിറ്റ് റൈറ്റിംഗ്സ് കുറേ കൊണ്ട് ഓലയിൽ എഴുത്തൊക്കെ ഉണ്ട്. പുള്ളിക്ക് അത് അടുത്ത പാസ് ഔട്ട് ചെയ്യാൻ പറ്റില്ല. കാരണം പുള്ളി പറഞ്ഞിരുന്ന എന്നിലോട്ട് ഹാൻഡ് ഓവർ ചെയ്യുന്നതാണ്. പക്ഷേ കൊച്ചായിരുന്നപ്പോഴേ പുള്ളി മരിച്ചു. പുള്ളി പക്ഷേ അമ്മയോട് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഫാമിലിയിൽ എനർജി ഉണ്ട്, പ്രൊട്ടക്ഷൻ. അത് പുള്ളിയുടേതാണ്. ഞാനത് ഭയങ്കരമായിട്ട് വിശ്വസിക്കുന്നു. എന്നാൽ പോലും എനർജി നിങ്ങൾ പേടിക്കല്ല്. പലരും പ്രേതം എന്ന് പറയും, പക്ഷെ അത് ഒരിക്കലും പ്രേതം നിങ്ങൾ കാണല്. എനർജി നമ്മൾ സംരക്ഷിക്കത്തേ ഉള്ളൂ, പേടിക്കരുത്. പ്രശ്നം വെച്ചപ്പോൾ എവിടെന്നോ വന്നൊരു പോറ്റി നമ്മുടെ കാര്യം പറഞ്ഞു, ഇവിടെ ഒരു എനർജി ഉണ്ട്, നിങ്ങൾ പേടിക്കണ്ട, പലരും കണ്ടു കാണും. എന്നിട്ട് പുള്ളി അങ്ങ് പോയി. പക്ഷെ അന്നത്തേന് ശേഷം വിശ്വാസം ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് അറിയാം. പക്ഷേ ഐ വെന്റ് ത്രൂ ഇറ്റ്. ഐ ആം ഫോഴ്സ്ഡ് ടു ബിലീവ് ഇറ്റ്. അല്ല, ഇത് ഞാൻ പറഞ്ഞില്ലേ, 100-ൽ 1-2 പേർക്ക് ഇത് പെർസീവ് ചെയ്യാനുള്ള കഴിവുള്ളൂ. അല്ല, ഈ ടോപ്പിക് തുടങ്ങിയപ്പോഴേ എന്റെ മൈൻഡിൽ പലതും റിലേറ്റഡ് വന്നുകൊണ്ടിരിക്കുവായിരുന്നു. അത് ലൈക്ക് എനിക്ക് പലപ്പോഴും ലൈക്ക് എൻ്റെ വീട്ടിൽ മാത്രമല്ല, എൻ്റെ റിലേറ്റീവ്സിൻ്റെ വീട്ടിൽ പോകുമ്പം, ഇപ്പം ഞാൻ എൻ്റെ അങ്ങളുടെ വീട്ടിൽ പോയി, ഇപ്പം എനിക്ക് അവിടെ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒരു ഫീൽ തോന്നി, ഒരു പ്രസൻസ് ഫീൽ ആയി. ഇപ്പം ചേട്ടൻ വന്നിട്ട് എൻ്റെ അടുത്ത് പറയും, ഞാൻ പറഞ്ഞു കാണത്തില്ല, എടാ നിനക്ക് അവിടെ ഇങ്ങനെ തോന്നിയോ? അപ്പോൾ ഓക്കെ, റിലേറ്റ് ആയി, അവിടെ നമുക്കൊരു ഫീൽ ചെയ്തു. അപ്പോൾ എനിക്ക് ചേട്ടൻ പല സ്ഥലത്ത് പല സെനേരിയോയിൽ ഫീൽ ആയിട്ടുണ്ട്, പല സൗണ്ടുകൾ കേട്ടിട്ടുണ്ട്. ഒരു പ്രാവശ്യം ഞാൻ ഇങ്ങനെ വീട്ടിൽ കിടന്നപ്പോൾ എൻ്റെ ചെവിയിൽ വന്നിട്ടാരോ ഇങ്ങനെ വിളിക്കും. ഞാൻ പെട്ടെന്ന് തിരിഞ്ഞ് നോക്കുമ്പോൾ ആരും കാണത്തില്ല. അപ്പം ഞാൻ ആർക്കും പറയത്തില്ല, കാരണം അറിയാമല്ലോ. അങ്ങനെ പല ഇത്. അപ്പം ഇറ്റ്സ് നോട്ട് ലൈക്ക് പ്രേതമുണ്ട് അങ്ങനെയൊന്നുമല്ല, ബട്ട് സംതിങ് ഈസ് ഔട്ട് ദെയർ. പ്രേതം ഇറ്റ്സ് എ ഹോക്സ്. സത്യം, ഇറ്റ്സ് എ ബുൾഷിറ്റ്. Does other energies exist? Yes. If they want to name it, like let it be. പക്ഷേ അതിനെ നെഗറ്റീവ് ഓവറായിട്ടൊന്നും കാണണ്ട. സത്യം, നെഗറ്റീവ് ഓവറായിട്ടൊന്നും കാണണ്ട. ഇതുവരെ നമ്മുടെ ഒരു പിള്ളേരെയും പ്രേതം കൊണ്ടുപോയിട്ടില്ല. മനുഷ്യന്മാരാണ് കൊണ്ടുപോയി പീഡിപ്പിക്കുകയും കിഡ്നി എടുക്കുകയും ചെയ്തിട്ടുള്ളത്. ഫിയർ ഹ്യൂമൻസ്, നോട്ട് ഫിയർ പ്രേതംസ്. അവരിതുവരെ ആരെയും കൊന്നിട്ടുമില്ല, ആരെയും ശപിച്ചിട്ടുമില്ല, ഒന്നുമില്ല. അല്ല, ഞാൻ ഒരിക്കലും അന്ധവിശ്വാസത്തിൽ വിശ്വസിക്കുന്നതല്ല. ചില കസ്റ്റംസ്, ചില റിച്വൽസ്, there is some stuff. ഉറപ്പായിട്ടും നമ്മളിപ്പോൾ തന്നെ ഞാൻ പഠിച്ച കുറേ കാര്യങ്ങളുണ്ട്. ഹിന്ദുയിസത്തിൽ ഞാൻ എടുത്തെടുത്ത് പറയുന്നത് ഐ എം എ ഹിന്ദു, ഐ ഡോണ്ട് നോ മച്ച് അബൌട്ട് അതർ റിലീജിയൻസ്. ഞാൻ അതും പഠിച്ചു തുടങ്ങി. ക്രിസ്ത്യൻ പള്ളികളെ പറ്റി പഠിച്ചു തുടങ്ങി, അവരുടെ വൈബ്രേഷൻസിനെ പറ്റി തുടങ്ങി. അത് വി വിൽ ടോക്ക്. പിന്നെ ഹിന്ദുയിസത്തിൽ കൊലുസ് എന്തിനാണ് ഇടുന്നതെന്ന് നിങ്ങൾക്കറിയാമോ?
ഡു എനി അറിയത്തില്ല. പണ്ട് മിത്ത് ലൈക്ക് പണ്ടത്തെ നമ്മൾ പിള്ളേരെ കളഞ്ഞു പോയിരിക്കാനാന്നൊക്കെയാണ് നമ്മുടെ അമ്മൂമാർ പറയുന്നത്. നോ, യഥാർത്ഥത്തിൽ നമ്മുടെ പുരാണങ്ങളിൽ കൊലുസ് ഇടുന്നത് സിൽവറും അല്ലെങ്കിൽ ബ്രോൺസും കാലിലിടുന്നത് ഇറ്റ് ഹെൽപ്സ് വിത്ത് ദ മെൻസ്ട്രുവൽ സൈക്കിൾ ഓഫ് വുമൺ. ഓക്കെ, ദീസ് ആർ മെറ്റൽസ്. നമ്മുടെ ഇവിടെ നിന്നുകൊണ്ട് ആകാശത്ത് നിന്നുകൊണ്ട് നമ്മുടെ ടൈറ്റ്സിനെ മൂൺ അഫക്റ്റ് ചെയ്യുന്നതിനെ പറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ടോ? യെസ്, ദ സെയിം തിങ്. ഈ മെറ്റൽസ് നമ്മുടെ ബോഡിയിലുള്ള മെൻസ്ട്രുവൽ സൈക്കിളിനകത്ത് വരുന്ന ബ്ലഡിന് ഏറ്റവും കൂടുതൽ കണ്ടന്റ് ഉള്ളത് അയണും കാര്യങ്ങളുമാണ്. അപ്പം ഈ അയണും കാര്യങ്ങളും നമ്മുടെ വയറ്റിലോ പെണ്ണുങ്ങളുടെ വയറ്റിലോ ബ്ലോട്ട് ആവാതിരിക്കാൻ ദിസ് ആങ്ക്ലെറ്റ്സ് ആർ ഹെൽപ്പിംഗ് ഇറ്റ് ടു കം ഡൗൺ ത്രൂ ആൻ അട്രാക്റ്റീവ് ഫോഴ്സ്. അതുകൊണ്ടാണ് പണ്ട് കാലത്തെ പെണ്ണുങ്ങൾ ഈ കാലുകളിൽ ഹെവി മെറ്റൽസ് ഉപയോഗിക്കുന്നത്. അല്ലാതെ ഇറ്റ്സ് നോട്ട് ഫോർ എസ്തെറ്റിക്സ്. അതുപോലെ തന്നെ നമ്മുടെ പണ്ട് കാലങ്ങളിൽ കടുക്കിന് ഉപയോഗിക്കും, കോട്സും അതുപോലുള്ള കല്ലുകൾ. ഇപ്പോഴാണ് കമ്മലായത്. വേറെ കല്യാണം കഴിഞ്ഞാൽ ഹിന്ദു ഇതാണ്, കല്യാണം കഴിഞ്ഞാൽ മാത്രമേ കാലിൽ മിഞ്ചി ഇടാവുള്ളുന്നുണ്ട്. പണ്ടത്തെ ടൈമിൽ പിള്ളേർ മെച്ചൂർഡ് ആവുന്ന ടൈമിലാണ് കല്യാണം. അപ്പൊ തൊട്ടാണ് മെൻസ്ട്രുവൽ സൈക്കിൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇപ്പൊ നിങ്ങൾ തന്നെ കണ്ടിട്ടില്ലേ, ഇപ്പോഴും നമ്മുടെ പേരൻസിന് പോലും അറിയത്തില്ല, പക്ഷേ അൺകോൺഷ്യസ്ലി ദേ ആർ ഡൂയിങ് ഇറ്റ്. ഇപ്പോൾ നമ്മുടെ കസിൻ അനിയത്തിമാർക്കോ നമ്മുടെ വീട്ടിൻ്റെ അപ്പുറത്തെ പെൺകുഞ്ഞുങ്ങൾക്കോ മെൻസ്ട്രുവൽ സൈക്കിൾ വന്നാൽ വി വിൽ ഗിവ് ദം ഗോൾഡ് ഓർ ആങ്ക്ലെറ്റ്സ്. എല്ലാ റിലേറ്റീവ്സും അതൊരു റിച്വലാണ്. ഹെവി മെറ്റൽസ് ആണ് ഇത്, അതും ബോഡിയിൽ വെയർ ചെയ്യുന്നത്, അതും ഡൗൺ ഇതിൽ. എന്നിട്ട് നമ്മൾ അരഞ്ഞാണ ഇടുന്നത് വേറെ ടൈപ്പ് മെറ്റൽസ് ആണ് ടു പുഷ് ദ ബ്ലഡ് അവേ, ആൻഡ് ഇവിടെ ഇടുന്ന മെറ്റൽസ് ടു അട്രാക്ട് ദി മെറ്റൽ അവേ. ഓക്കെ, അതുപോലെ തന്നെയാണ് കടുക്കൻ്റെ കാര്യം. കടുക്കൻ ഇടുന്നത് ഇപ്പോഴാണ് നമ്മൾ സ്വർണവും മറ്റേ കാര്യങ്ങളും, പണ്ട് ജെംസാണ് ഉപയോഗിക്കുന്നത്. അതിൻ്റെ കൺസെപ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അനങ്ങുമ്പോഴും ഇരിക്കുമ്പോഴും ഓരോന്നിൽ തൊടുമ്പോഴും യു ഗൈസ് നോ അബൌട്ട് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് റൈറ്റ്? നമ്മൾ പേപ്പറിലും തുണിയിലും ഒക്കെ തരത്തിൽ മുടി പൊങ്ങത്തില്ലേ, അത് നമ്മുടെ ബോഡിക്ക് നല്ലതാണോ പന്നലാണോ എന്ന് ഭയങ്കര ഡിബേറ്റ് ഉണ്ട്. ബട്ട് തൗസൻഡ്സ് ഓഫ് ഇയേഴ്സ് അഗോ ഹിന്ദുയിസം ഡിസൈഡഡ് ദാറ്റ് ഈസ് നോട്ട് ഗുഡ് ഫോർ അവർ ന്യൂട്രൽ ബോഡി. ഈ ഒരു കടുക്കൻ അവർ പ്രിസ്ക്രൈബ് ചെയ്യുന്ന കല്ല് ചെവിയിൽ വെച്ച് കഴിഞ്ഞ് ചെരുപ്പില്ലാതെ തറയിൽ നിന്നാൽ യുവർ ബോഡി കനോട്ട് കണ്ടക്ട് ഇലക്ട്രിസിറ്റി. എന്തൊക്കെ ചെയ്താലും, എത്ര വലിയ ഇലക്ട്രോസ്റ്റാറ്റിക് സാധനം എടുത്ത് ദേഹത്ത് ഉരച്ചാലും മുടിയെ ഉരച്ചാലും പുതപ്പിട്ട് പിടിച്ചാലും ഇനി കറണ്ട് അടിച്ചാലും വലിയ വോൾട്ടൊക്കെ അടിച്ചൊക്കെ ചത്തുപോകും. ഈ ഇതിൽ കിടക്കുന്ന നമ്മൾ വൈഡൂര്യം, മാണിക്യം എന്നൊക്കെ പറയുന്ന കുറച്ച് സാധനങ്ങളുണ്ടല്ലോ, ഈ സാധനം ക്വാർട്സാണ്. ആൻഡ് ദീസ് ആർ എന്തോ ഇതിന് പറയുന്നത് പീസോ ഇലക്ട്രിക് മെറ്റീരിയൽസ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പീസോ ഇലക്ട്രിക് മെറ്റീരിയൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ക്യാൻ കൺവേർട്ട് ഇലക്ട്രിസിറ്റി ടു മൂവ്മെൻറ്റ്സ് ഓർ മൂവ്മെൻറ്റ്സ് ടു ഇലക്ട്രിസിറ്റി. നിൻ്റെ കോട്സ് വാച്ചില്ലേ, കോട്സ് വാച്ച് ഇങ്ങനെ അനങ്ങുമ്പം അതിനകത്തെ കോട്സ് മെറ്റീരിയൽ അനങ്ങുന്ന മൂവ്മെൻറ്റ് ഇലക്ട്രിസിറ്റി ആക്കിയിട്ടാണ് നിൻ്റെ വാച്ച് വർക്ക് ചെയ്യുന്നത്. ഇറ്റ് നാച്ചുറലി കേടായില്ലെങ്കിൽ ഇറ്റ് ഗോസ് ഫോർ ഇൻഫിനിറ്റി. യൂസ് ചെയ്യാതിരുന്നത് പ്രശ്നമാണ്. യൂസ് ഇത് അനക്കിയാൽ മതി, ആ മൂവ്മെൻറ്റ്സ് ഇലക്ട്രിസിറ്റി ആയിട്ട് ഇറ്റ് പവേഴ്സ് ദ ബാറ്ററി. ഇതുപോലെ തന്നെയാണ് നമ്മുടെ കാതിലും നമ്മുടെ ബോഡിയിലെ ഏറ്റവും ഔട്ടർ പാർട്ടായതും ബോൺ കണ്ടക്ട് ചെയ്യാത്തതുമായ സ്ഥലത്ത് ഒരു കോട്സ് മെറ്റൽ നമ്മൾ ഫിറ്റ് ചെയ്യുക, ജസ്റ്റ് ലൈക്ക് ഇൻ യുവർ വാച്ച്. അത് നമ്മളെ വേണ്ടാത്ത എനർജി അബ്സോർബ് ചെയ്യുമെന്നും നമ്മുടെ ദേഹം അനങ്ങും തോറും വേണ്ടുന്ന എനർജി പ്രൊവൈഡ് ചെയ്യുമെന്നാണ് ഹിന്ദുസത്തിൽ പറഞ്ഞേക്കുന്നത്. എല്ലാ സ്ട്രക്ചറിലും ഹിന്ദു മെയിൽ കോട്സ് കടുക്കൻ ഇടുമായിരുന്നു. അങ്ങനെ ഇപ്പം പെണ്ണുങ്ങളാണ് ഇടുന്നത്, ആണുങ്ങൾ ഇടത്തില്ല. ഇപ്പം ആണുങ്ങൾ കടുക്കനിട്ട് അവനെ കോളനി എന്ന് പറഞ്ഞ് സമൂഹം ബാഡാക്കും. അയ്യോ സോറി, ഞാൻ കണ്ടില്ല. അത് എനിക്ക് ഇടണമെന്ന് ആഗ്രഹമുണ്ട്, എല്ലാ സെലിബ്രിറ്റീസും എല്ലാ അത്ലീറ്റ്സും ഇടുന്നുണ്ട്. എടാ, ബേസിക് ഷീപ്പ് ഹ്യൂമൻസിനെ കാട്ടിയും വിവരവും ഇൻഫർമേഷനും ആക്സസിബിൾ ആയിട്ടുള്ള എല്ലാവരും ഇത് ചെയ്യുന്നുണ്ട്. എല്ലാവരും ചെയ്യുന്നുണ്ട്. വിരാട് കോഹ്ലി, അദാനി, അംബാനി, കുംബാനി എല്ലാവരും കടുക്കൻ ഇടുന്നവന് കുഴപ്പമില്ല. നമ്മുടെ വീട്ടിൻ്റെ അപ്പുറത്തെ ചരക്ക് ഇട്ട് കഴിഞ്ഞാൽ അവൻ മറ്റേതാ കഞ്ചാവാ കുഞ്ചാവാന്ന് പറഞ്ഞിട്ട് വരും. അതാണ് നമ്മളുടെ സൊസൈറ്റിയിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഡിസ്കസ് ചെയ്തൊരു കാര്യം വിട്ടുപോയി. ഇങ്ങനെ ഹെമിസ്ഫിയർ കടന്നപ്പോഴത്തേക്കും ഇവിടെ ഗുഡ് ഗായ്, അവിടെ ചെന്നപ്പോൾ ബാഡ് ഗായ്. അതെ, അതാണ് ഇപ്പം ഹിന്ദുയിസത്തിൽ ഞാൻ അറിഞ്ഞെടുത്തോളം കണ്ടുപിടിച്ചത്തോളം കാലം ക്രിസ്ത്യാനിറ്റിയിൽ ലൂസിഫർ അല്ലെങ്കിൽ ഈ ഏദൻ തോട്ടത്തിൽ വന്ന് കൊടുത്ത തക്ഷകൻ വില്ലൻ
എന്ന് പറയുന്ന ആൾ തന്നെയാണ് നമ്മുടെ ഈസ്റ്റേൺ ഹെമിസ്ഫിയറിലെ സേവിയർ. ഒരു സൈഡിൽ എന്തുവാ പറയുന്നത്, ഈ റെപ്റ്റിലിയൻ വന്ന് മനുഷ്യരെ എബ്രാഹിമിൽ നിന്നും അകറ്റി. മറ്റേ സൈഡിലെ കഥയെന്ന് പറഞ്ഞാൽ തക്ഷകൻ അല്ലെങ്കിൽ റെപ്റ്റിലിയൻ വന്ന് എബ്രഹാമിൽ നിന്നും രക്ഷിച്ചു. ഇത് പെർസ്പെക്റ്റീവാണ്. അവിടെയുള്ള കമ്മ്യൂണിറ്റിയുടെ പെർസ്പെക്റ്റീവ്. യെസ്, അത് കമ്മ്യൂണിറ്റി. പക്ഷേ ബോത്ത് കമ്മ്യൂണിറ്റീസ് ആർ അക്സെപ്റ്റിംഗ് ദിസ് തിങ് ഹാപ്പൻഡ്. അല്ലെങ്കിൽ വെദർ ഇറ്റ്സ് എ സേവിങ് ഓർ വെദർ ഇറ്റ്സ് എന്തുവാ ഒഴിവാക്കുന്നത് അല്ലെങ്കിൽ രക്ഷിക്കുന്നതാണോ അല്ലെങ്കിൽ അകറ്റുന്നതാണോ എന്ന് പെർസ്പെക്റ്റീവാണ്. അതെങ്ങനെ വന്നു എന്ന്. അല്ലെങ്കിൽ അന്ന് അവിടെ ഉണ്ടായിരുന്ന പവർ ഹോൾഡേഴ്സ് ചെയ്തതായിരിക്കും. What if like it was the same thing like in same different places, but over the course of history like it was changed like Yes, little. യെസ്, ഇത് ലിറ്റിൽ ആയിട്ട് മാറിയതാണെങ്കിലും വാട്ട് ഐ വാസ് ട്രൈങ് ടു കൺവേ ഈസ് ബോത്ത് ദീസ് എൻറ്റയർലി ഡിഫറെൻറ്റ് ഫാക്ഷൻസ് ഹു ഒപ്പോസ് ഈച്ച് അതർ സേ ദ സെയിം സ്റ്റോറി. ഈ സ്റ്റോറി നടന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവേ ഞാൻ മുന്നോട്ട് വെക്കുന്നുള്ളൂ. ഐ എം നോട്ട് സേയിങ് ദീസ് ഗൈസ് ആർ നെസർലി ഈവിൾസ്. അല്ല, ഈ രണ്ടുപേരും യഥാർത്ഥത്തിൽ ഒരേ ആളായിരുന്നു. എന്തുവാ ആഡമും ഈവും തന്നെയാണ് അടിമയും ഹീവയും. നമ്മൾ യഥാർത്ഥത്തിൽ രണ്ട് റിലീജിയൻ ആയത് പലരുടെയും ഗെയിൻസിന് വേണ്ടിയാണ്. പള്ളിയിൽ ഇപ്പം ഞാൻ ക്രിസ്ത്യാനി ആണെങ്കിൽ ഞാൻ പള്ളിയിലെ പൈസ ഇടൂ, ഞാൻ ഹിന്ദു അല്ലെങ്കിൽ ഞാൻ അമ്പലത്തിലെ പൈസ ഇടൂ. ഡിവൈഡ് ആൻഡ് റൂൾ. പണ്ടേയുള്ള സെയിം സ്ട്രാറ്റജി. പണ്ടേയുള്ള അമേരിക്കയും അനുരാഗികളും അമേരിക്കകളും എല്ലാം ഉപയോഗിക്കുന്ന സെയിം സ്ട്രാറ്റജി. ഇപ്പം ഇന്ത്യ തന്നെ ലിബറേറ്റ് ചെയ്ത് പോയതിന് ശേഷം ഇന്ത്യ ഡിവൈഡ് ചെയ്യണമെന്ന് മുസ്ലിങ്ങൾക്കാട്ടിയും ആവശ്യം ബ്രിട്ടീഷുകാർക്കായിരുന്നു. സത്യം. കാരണം ഇന്ത്യ വാസ് വൺ ഓഫ് ദ റിച്ചസ്റ്റ് ലാൻഡ് ആൻഡ് ഇറ്റ് വാസ് എ ഡയറക്റ്റ് ത്രെറ്റ് ടു ദി മൊണാർക്കീസ് ദെയർ. ഇംഗ്ലണ്ടിനെ അമേരിക്കൻ ഡയറക്റ്റ് ആയിട്ട് വെൽത്തിനും 200 വർഷം കൊള്ളയടിച്ചതിന് ശേഷം ഇന്ത്യ വാസ് എ ഡയറക്റ്റ് ത്രെറ്റ് ടു ദ മൊണാർക്കി ഓഫ് അമേരിക്ക ആൻഡ് ഇംഗ്ലണ്ട്. സോ വാട്ട് ദേ ഡിഡ്, ദേ ഡിവൈഡഡ് ദ കൺട്രി ഇൻ ഹാഫ്. And what they did was purposefully left Kashmir territory undefined. രണ്ട് രാജ്യം തിരിക്കുമ്പോൾ അവരുടെ രണ്ടുപേരുടെ നടുക്കുള്ള കോമൺ ടെറിട്ടറി അൺഡിഫൈൻ ആക്കിയിട്ടിട്ട് പോയി. എന്നിട്ട് അവർ പറഞ്ഞത് പാകിസ്ഥാനും ക്ലെയിം ഉണ്ട്, ഇന്ത്യക്കും ക്ലെയിം ഉണ്ട്, നിങ്ങളങ്ങ് തീരുമാനിച്ചോളാം. ബാക്കി എല്ലാവർക്കും അറിയാം. അവർക്ക് വലിയൊരു രാജ്യം ഡിവൈഡ് ചെയ്യാനും അത് 35 സ്റ്റേറ്റ് ആക്കാനും വരയ്ക്കാനും നദി വരിക്കാനും എല്ലാം അറിയാം. പക്ഷേ ബോർഡർ നിങ്ങളങ്ങ് തീരുമാനിച്ചോ. എന്നിട്ട് ഈ പാകിസ്ഥാന് മിസൈലും കൊടുക്കുക, ഇന്ത്യക്ക് പാട്രിയോട്ട് മിസൈലും തരാന്ന് പറയുക. എൻജോയ്, നിങ്ങളിത് സോൾവ് ചെയ്തോളാം. സീ ഹൗ എന്ത് ബാഡ് ഒരു രാജ്യമാണെന്ന്. അതിനകത്ത് കളിക്കാൻ ഇവിടുത്തെ സൊസൈറ്റി. അതെ, അമേരിക്ക ഈസ് വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് ടെററിസ്റ്റ് ഓർഗനൈസേഷൻ ഇൻ ദ വേൾഡ്. ഞാൻ പറഞ്ഞതല്ല, ഇന്നലെ ഞാനൊരു പോഡ്കാസ്റ്റിൽ കണ്ടതാണ്. ആൻഡ് ഐ 100% അഗ്രീഡ്. I think it's almost 2 hours. Bound to be up. 2 മണിക്കൂറായോ? So what do you think? Any last words? ലാസ്റ്റ് വേർഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ definitely guys follow up podcast ഉണ്ട്. പക്ഷേ what do you think? ഞാൻ പറയുന്നത് വെച്ചാൽ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മുടെ അറിവുകളായിട്ട് മാത്രം വെക്കുക. ഇതിൻ്റെ പുറകെ പോയിട്ടൊന്നും ഒരു കാര്യമില്ല. രാമനോ സീതയോ എബ്രഹാമോ കുണ്ണയോ അതെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പോയിട്ടൊരു കാര്യമില്ല. അവരൊക്കെ ഒന്നെങ്കിൽ മരിച്ചു പോയി കാണും, അല്ലെങ്കിൽ അവരുടെ ഡിസെൻഡൻസ് ആയിരിക്കും നമ്മളിപ്പം ഭരിക്കുന്നത്. സോ അവരുടെ പുറകെ പോയി കഴിഞ്ഞാൽ എനിക്ക് പേഴ്സണൽ ഗെയിൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതൊന്നും കാര്യമില്ല. അതൊന്നും മേ ബി യെസ് മേ ബി നോ. പക്ഷെ നമുക്കിത് എന്ത് ചെയ്യാം, നമ്മളിപ്പോൾ ജീവിക്കുന്ന മോണിറ്ററി സിസ്റ്റത്തിൽ നിന്ന് എങ്ങനെ ഫ്രീഡം ഉണ്ടാക്കാം, ഹൗ ക്യാൻ വി ബി ഫ്രീ എന്ന് ഉള്ള കാര്യങ്ങളാണ് നമ്മൾ കുറച്ച് മുമ്പ് ഡിസ്കസ് ചെയ്തത്. ഞങ്ങൾ 4 പേരും ഇതിൽ നിന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. വി ആർ ട്രൈങ് ടു ഹാവ് അവർ ഓൺ ഇൻഡിപെൻഡൻറ്റ് ഫാം സോ ദാറ്റ് നോ ഈവൻ ഇഫ് ദ ഗവൺമെൻറ് വാണ്ട്സ് ടു ഫക്ക് us we still have food to eat and a place to live. And we are trading. ഇവരൊക്കെ ട്രേഡേഴ്സാണ്, ഇത് ട്രേഡിങ് ഗുരുവാണ്. ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കോഴ്സും കാര്യങ്ങളൊക്കെ ഭാവി തുടങ്ങുവാണെങ്കിൽ കിട്ടും. കട്ടൊന്നും ചെയ്യത്തില്ല. So almost 7 years market. 7-8 years ആയിട്ട് മാർക്കറ്റിൽ ഡിസിപ്ലിൻഡ് ആയിട്ട് വളരെ ഇവൻ ഇങ്ങനെ വളരെ ലോ പ്രൊഫൈൽ കീപ്പ് ചെയ്യുന്ന ആളാണ്. ബട്ട് ഈസ് എ വെരി സക്സസ്ഫുൾ ട്രേഡർ. കയ്യിൽ എത്ര കാശുണ്ട്, ഇവനല്ല കയ്യിൽ എത്ര കാശുണ്ട്, കാര്യങ്ങളൊന്നും വെളിയിലൊന്നും ഇടത്തില്ല ഗൈസ്. പൂത്ത കാശൊക്കെ ഉണ്ട്, പക്ഷെ വളരെ ലോ പ്രൊഫൈൽ ജീവിക്കുന്നതാണ്. ആൻഡ് ഹീ ഈസ് ഹെൽപ്പിങ് അസ്.
ആൻഡ് നമ്പർ 1. യാ ശിഷ്യനൊക്കെ ഉണ്ട്. So guys, my words are don't believe the social mainstream media പറയുന്നത് വാർത്ത കാണുക, ജസ്റ്റ് ലൈക്ക് യു വാച്ച് എ മൂവി. സത്യം നിങ്ങൾ സിനിമ കാണുക, ഗൈസ്. ഇത് ഞാൻ പറയുന്നത് എൻജോയ് ചെയ്യുക, കളയുക. ഞാനൊരു അഡ്വർടൈസ്മെന്റ് കമ്പനി നടത്തുന്നുണ്ട്. ഐ നോ എക്സാക്ട്ലി ഹൗ ദേ സപ്ലൈ. ആൾക്കാർക്ക് ചീപ്പ് ഡോക്യുമെന്റ് ആണ് വേണ്ടത്, അതിനുള്ള വാർത്തകൾ സപ്ലൈ ചെയ്യുന്നത്. ഞങ്ങൾ നേരത്തെ പറയായിരുന്നു, കേരളയിൽ കൈരളി ടി വിയുടെ ഉടമസ്ഥനും ഷെയർ ഹോൾഡേഴ്സും ഒക്കെ ആരാന്ന് ചോദിച്ചാൽ നമുക്ക് ഇപ്പോഴും അറിഞ്ഞുകൂടാ അത് ഒരു സിനിമാ നടൻ മമ്മൂട്ടിയാണെന്ന്. അവരവരുടെ അതായ അജണ്ടകൾ വെളിയിൽ വിടാനും ഇത്രയും വലിയൊരു ഫേമസ് നടൻ, എല്ലായിടത്തും പരസ്യവും ബിൽബോർഡും ഉള്ള ഒരാൾ നമ്മുടെ സംസ്ഥാനത്തെ ഒരു ചാനൽ ഓൺ ചെയ്യുന്നത് ആർക്കും അറിയത്തില്ല എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് വെരി ഡെലിബറേറ്റ്. ആൻഡ് വി ഹാവ് ടു സ്റ്റാർട്ട് ആസ്കിങ് വൈ. മോഹൻലാലും മമ്മൂട്ടിയുടെയൊക്കെ ഞാൻ പറയട്ടെ, നമ്മുടെ വീട്ടിലെ അച്ഛനും അമ്മയ്ക്കും മരുന്ന് വാങ്ങിക്കാനോ അല്ലെങ്കിൽ കണ്ണ് കാണാത്തവർക്ക് ഒരു കണ്ണാടി വാങ്ങിച്ച് കൊടുക്കാനോ ഇല്ലാത്ത പൈസയ്ക്ക് നമ്മൾ പോയി സിനിമ കാണുക. ഈ കാശല്ല ഈ താരങ്ങളെന്നൊക്കെ നീയൊക്കെ പറയുന്ന ആളുകൾക്ക് കൊണ്ട് കൊടുക്കുന്നതുകൊണ്ടാണ് ഇവന്മാർ കാർ ഓടിച്ച് എറണാകുളത്ത് പോകുമ്പോൾ ടയർ പഞ്ചറായി കഴിഞ്ഞാൽ ടയറല്ല മാറ്റുന്നത്, കാറാണ് മാറ്റുന്നത്. മനസ്സിലായോ? അവരടുത്ത് കാർ എടുക്കുക, ടയർ പഞ്ചറായ അവർക്കത് വേണ്ട. യാ ഞാൻ ഇനി കൂടുതൽ പറയുന്നില്ല, ഞാൻ പെടവും. So, what do you have to say? Thank you for enlightening us. അതിനെപ്പറ്റിയൊന്നും പറയാനില്ല, കൂടുതൽ നോളജ് തന്നു. അതെ ഗൈസ്, ഞങ്ങൾ പറയുന്നതെല്ലാം ഒരു കേട്ടിരിക്കുക. ഡു യുവർ ഡ്യൂ ഡിലിജൻസ്, ഫൈൻഡ് ഔട്ട് വാട്ട് ഡു സ്റ്റാർട്ട് ആസ്കിങ് ക്വസ്റ്റ്യൻസ്. കോൺവെർസേഷൻ ആണ് നമ്മുടെ. യാ ഇനി ഓരോ ടോപ്പിക് ബേസിസ് നമ്മൾ കുറച്ചുകൂടെ സംസാരിക്കും, ഉറപ്പായിട്ട് വരും. പിന്നെ എനിക്ക് വേറെ കാര്യം പറയാനുള്ളത്, ഈ ലോക്കൽ പാർട്ടീസും ഈ നമ്മുടെ നാട്ടിലെല്ലാവരും കാണും, കുറേ ഇക്കമാരും ഏട്ടന്മാരും ഒക്കെ ഈ പാർട്ടി SFI, BJP, QJP കുറേ പാർട്ടികളാണ്. ഇവന്മാർ നാളെ അവിടെ പോയി ഇവിടെ പോ അത് ഇത് എന്നൊക്കെ പറയുന്നതിന് മുന്നേ ആലോചിക്കുക, എൻ്റെ അപ്പനോ എൻ്റെ അമ്മയ്ക്കോ എനിക്കോ ഇതിൽ എന്തെങ്കിലും ഗുണമുണ്ടോ എന്ന് ആലോചിക്കുക. എന്നിട്ട് ബൈക്കും എടുത്തിട്ട് വെട്ടാനോ കുത്താനോ കൊടി പിടിക്കാനോ പോവുക. നീയൊക്കെ ഇവിടെ കിടന്ന്, ഞാനും നീയും ഒക്കെ ഇവിടെ കിടന്ന് റോഡിൽ കിടന്ന് അടി ഉണ്ടാക്കുന്നു, പഠിത്തം പോകുന്നു, സസ്പെൻഷൻ കിട്ടുന്നു. ഇവന്മാരുടെയൊക്കെ മക്കൾ അമേരിക്കയിലും ഫിലോഡൽഫിയയിലും ഒക്കെ പോയി പഠിക്കുന്നു, എഞ്ചിനീയർമാരാവുന്നു. സോ ഇതെനിക്ക് പറയേണ്ടതുണ്ടായിരുന്നു, അതും കൂടെ ഞാൻ പറഞ്ഞു. This is Srivat Manavan, this is Sachin, this is Gainas. Talk to you guys later. അടുത്ത പോഡ്കാസ്റ്റ് കാണാം. ബൈ.